എല്ലാവർക്കും നമസ്കാരം. തേവര ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ രണ്ടാം ദിനമായ ഇന്ന് നമ്മോടൊപ്പം അതിഥികളായി എത്തിയിട്ടുള്ളത് മലയാള സാഹിത്യത്തിലെ പ്രഗത്ഭരായ 3 എഴുത്തുകാരികളാണ്. സാഹിത്യത്തിൻ്റെ ശബ്ദത്തിൽ സ്ത്രീയുടെ സ്വരങ്ങളെ വേറിട്ട് കേൾപ്പിച്ചുകൊണ്ട് കഥയും നോവലും അനുഭവങ്ങളും അടങ്ങുന്ന സാഹിത്യ മണ്ഡലത്തിൽ തൻ്റേതായ ഇടങ്ങൾ കണ്ടെത്തിയ 3 ഓരോ എഴുത്തുകാരികൾക്കും ഉള്ളിലുള്ള എഴുത്ത് അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷൻ ആരംഭിക്കാം എന്ന് കരുതുന്നു. ആദ്യമായി മലയാള കഥയുടെ ചരിത്രത്തിൽ വൈകാരികമായ സ്ത്രീ അനുഭവങ്ങളെ വളരെ സൂക്ഷ്മമായ രീതിയിൽ ആവിഷ്കരിച്ച കെ രേഖ എന്ന എഴുത്തുകാരിയുടെ അഭിപ്രായത്തിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് കെ രേഖയുടെ അങ്കമാലിയിലെ മാങ്ങാക്കറിയും നിന്റെ അപ്പവും വീഞ്ഞും എന്ന കഥയിലെ അവസാന ഭാഗം ഞാനൊന്ന് വായിക്കാം. കേൾവിയുടെ പൊള്ളലിൽ പിടഞ്ഞ് ശർക്കരപ്പാനി തുടച്ചു മാറ്റാൻ നോക്കുമ്പോഴാണ് കഴിയുന്നില്ല. രക്തക്കറ പോലെ ഒന്ന് വെപ്രാളപ്പെട്ട് എത്ര തുടച്ചിട്ടും അതിൻ്റെ പാടുമായുന്നില്ല. ഇന്നലത്തെ മന്ത്രവാദത്തിനിടെ കാർമികൻ ശിരസിലെവിടെയോ തറച്ചിരുന്ന വിചാരങ്ങളുടെ ആണി അവൾ തിടുക്കപ്പെട്ട് വലിച്ചുവരി. പെട്ടെന്ന് കയ്യിലിരുന്ന് മിടിക്കുന്നത് അവൻ്റെ ജീവൻ്റെ അപ്പമാണെന്ന് ശ്രീജ ഉൾക്കിടിലത്തോടെ തിരിച്ചറിഞ്ഞു. കെ രേഖയുടെ അങ്കമാലിയിലെ മാങ്ങാക്കറിയും നിന്റെ അപ്പവും വീഞ്ഞും എന്ന കഥയിലെ അവസാന വാചകമാണ് ഇത്. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ, എഴുത്തുകാരി എന്ന സ്വത്വത്തിൽ എഴുത്തിൻ്റെ എത്തരത്തിലുള്ള ഉൾക്കിടിലങ്ങളാണ് ഉള്ളിൽ പേറിയിരിക്കുന്നത്? എഴുത്തിനെ എങ്ങനെയാണ് കെ രേഖ എന്ന എഴുത്തുകാരി നിർവചിക്കുന്നത്? എഴുത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്നുള്ളൊരു കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. പക്ഷെ എൻ്റെ അമ്മ ഒരു പരാജയപ്പെട്ട എഴുത്തുകാരിയായിരുന്നു. ഒരു ടീച്ചറായിരുന്നു, ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറായിരുന്നു. അവർ നന്നായി എഴുതുമായിരുന്നു. അവർ വിക്ടോറിയ കോളേജിൽ MTയുടെ സഹപാഠിയായിട്ട് ചേർന്നതാണ്. പിന്നീട് പക്ഷേ അവർക്കന്ന് അന്ന് ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ കുടുംബത്തിലെ ആളുകൾക്ക് ഫീസില്ലാതെ പഠിക്കാമായിരുന്നു. പക്ഷെ ഇവരുടെ സഹോദരൻ അത് സമയത്ത് പ്രോപ്പറായിട്ടൊന്നും ചെയ്തില്ല. അപ്പോൾ അവരത് നിർത്തിയിട്ട് അവർ TTCക്ക് ചേർന്നു. അങ്ങനെ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറായി ജോലി ചെയ്തു. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു എഴുത്തിനോട് വലിയ ആദരവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ എനിക്ക് മഹാഭാരതവും രാമായണമൊക്കെ വായിച്ചിട്ട് പിന്നീട് നമ്മൾ CV കുഞ്ഞിരാമൻ്റെയൊക്കെ മഹാഭാരത രാമായണമൊക്കെ വായിക്കുമ്പോൾ എനിക്കിതിനേക്കാൾ ഇഷ്ടം തോന്നിയത് എൻ്റെ അമ്മ പറഞ്ഞു തന്ന കഥകളാണ്. അത് ഓരോരോ കാണ്ഡമായിട്ട്. അപ്പോൾ ഞങ്ങൾ 5 മക്കളുള്ള ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ദാരിദ്ര്യമൊക്കെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത്. പക്ഷേ അക്ഷരത്തോടുള്ള ഒരു ബഹുമാനം എന്നും കുടുംബത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ എനിക്കിങ്ങനെ ഞാൻ പൊട്ട കവിതകളൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ അത് വായിച്ചിട്ട് നമ്മൾ ആദ്യം നിങ്ങൾ മറ്റേ കല്യാണരാമൻ സിനിമയിൽ കണ്ടിട്ടില്ലേ? അപ്പം നമ്മൾ എഴുതുന്ന കവിതകൾ വായിച്ച് ഞാൻ ഇളയ കുട്ടിയാണ് വീട്ടിൽ. അപ്പം 4 സഹോദരങ്ങൾ, അവരൊക്കെ നന്നായി വായിക്കുമായിരുന്നു. അവർ ഇത് വായിച്ച് കല്യാണരാമനിലെ പോലെ തേങ്ങാക്കുലകളാടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കവിതയെ നിരന്തരം പരിഹസിക്കും. അതുകൊണ്ട് ഇപ്പോൾ പോലും എന്നോട് പലരും ചോദിക്കാറുണ്ട്. എനിക്ക് ഞാൻ നന്നായി എന്നെ പറ്റിയിട്ട് ആര് വിമർശിച്ച് പറഞ്ഞാലും ഞാൻ അത്ര പെട്ടെന്ന് പ്രകോപിതരാവാറില്ല. ആദ്യത്തെ ഇൻസൾട്ട് നമ്മുടെ വീട്ടിലാണ്. അപ്പം നമ്മുടെ ഈ വീട്ടിൽ ഈ കവിത എഴുതി അപ്പോൾ അതിനെങ്ങനെ നിരന്തരം പരിഹാസം ഏറ്റുവാങ്ങി. അപ്പോൾ ഒരു ഘട്ടത്തിൽ TV കൊച്ചുബാവ എന്ന് പറഞ്ഞൊരു കഥാകൃത്തുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. വൃദ്ധസദനം എന്നൊക്കെ പറഞ്ഞ കഥകൾ എഴുതി. അപ്പോൾ കൊച്ചുബാവയ്ക്ക് എൻ്റെ അടുത്ത ഗ്രാമത്തിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ കൊച്ചുബാവയ്ക്ക് ഞാനിത് കവിത വായിക്കാൻ എൻ്റെ ചേട്ടൻ എടുത്തു കൊടുത്തു. ഈ തേങ്ങാക്കുലകൾ ആടുന്ന മണ്ടരി ബാധിച്ച കവിത വായിക്കാൻ കൊടുത്തപ്പോൾ കൊച്ചുബാവ വെറുതെ നിങ്ങളൊക്കെ കവിത എഴുതുന്നവരുണ്ടെങ്കിൽ നിങ്ങളിത് കാണിക്കുമ്പോൾ ഒരാളൊരു കമൻറ്റ് പറയുമല്ലോ. അപ്പോൾ കൊച്ചുബാവ പറഞ്ഞു, ഇവൾ കവിതയിൽ നന്നാവില്ല,
ഒരുപക്ഷെ ഗദ്യത്തിൽ നന്നാവും എന്ന് പറയും. കൊച്ചുവ വളരെ അലസായിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഞാനതെൻ്റെ മനസ്സിൽ കൊണ്ട് നടന്നു. ഞാൻ നിരന്തരം ഇങ്ങനെ വായിക്കുന്ന ഒരു, അന്നൊക്കെ വേറെ നിങ്ങളുടെ പോലെ വേറൊരു എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ലല്ലോ, വായന തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം. അപ്പം നിരന്തരം കഥകൾ എഴുതി ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ബാലഭക്തിക്ക് കഥകൾ അയച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു 20 പേജുള്ള കഥകൾ, അന്ന് കുഞ്ഞുണ്ണി മാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു കവി, നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങൾ ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു പോയി കാണും. അപ്പോൾ അദ്ദേഹം ഒരു മലയാളത്തിലൊരു കുട്ടി കവി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് അന്ന് ബാലഭക്തി കൈകാര്യം ചെയ്തിരുന്നത്. അപ്പം നമ്മൾ 20 പേജൊക്കെയുള്ള ഒരു കഥ അയച്ചു കൊടുത്ത് അദ്ദേഹം അതൊരു 2 പാരഗ്രാഫാക്കി തരും. പിന്നീട് ഞാൻ എൻ്റെ തൊഴിലായിട്ട് സ്വീകരിച്ച പത്രപ്രവർത്തനം, ഞാൻ 18 കൊല്ലം മലയാള മനോരമയിൽ ജേർണലിസ്റ്റായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ 1 വർഷം ജേർണലിസം, ഇവിടെ മീഡിയ അക്കാഡമിയിൽ ജേർണലിസം ഡിപ്ലോമ പഠിച്ചു. പക്ഷേ ആ സമയം മുഴുവൻ ഞങ്ങൾ പ്രേമിക്കാനായിരുന്നു സ്പെൻഡ് ചെയ്തത്, ജേർണലിസം പഠിച്ചിട്ടില്ല. അപ്പോൾ അതിന് പ്രേമിക്കാനും കുസൃതി കാണിക്കാനും ക്ലാസ്സിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാവം പിടിച്ചവനെ നിരന്തരം ലവ് ലെറ്ററൊക്കെ എഴുതാനൊക്കെ വിനിയോഗിച്ചതുകൊണ്ട് അവിടെ ജേർണലിസം പഠിച്ചില്ല. പഠിച്ചത് മൊത്തം ഞാൻ ആലോചിക്കുമ്പോൾ മനോരമയിൽ ചെല്ലുമ്പോൾ ഈ 10 പേജ് വരുന്ന 20 പേജ് വരുന്ന കഥകളെ 2 പാരഗ്രാഫാക്കാൻ എന്നെ പഠിപ്പിച്ച കുഞ്ഞുണ്ണി മാഷാണ് ശരിക്കും എൻ്റെ ജേർണലിസം ട്രെയിനിങ് എനിക്ക് നൽകിയതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു ചെറുപ്പം മുതൽ ഇങ്ങനെ ഈ ഒരു ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് 2 തരത്തിലുള്ള ട്രെയിനിങ്. ഒന്ന്, ഭാഷയിൽ അധികമായിട്ട് വരുന്ന വാക്കുകളിങ്ങനെ നമ്മൾ മുഖത്ത്, ഇതിനൊരു ഉദാഹരണം ഞാൻ പറയുന്നത്, നമ്മൾ മുഖത്ത് നല്ലോണം മേക്കപ്പ്, എവിടെയെങ്കിലുമൊക്കെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ, നമ്മൾ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കും. അതുപോലെ വാക്കുകളിങ്ങനെ നമ്മൾ എഴുതുന്ന സൃഷ്ടിയിൽ അനാവശ്യമായിട്ട് കടന്നു വരുന്ന വാക്കുകൾ ആ മുഖത്ത് തേക്കുന്ന ചായം പോലെ പൊങ്ങി നിൽക്കും. അപ്പോൾ അത് തൂത്ത് കളയുന്ന പ്രവൃത്തി, പിന്നീട് ഈ പറഞ്ഞതുപോലെ എൻ്റെ ബ്രെഡും ബട്ടറൊക്കെ ആയിരുന്ന ആ തൊഴിൽ എന്നുള്ള പരിശീലനം ഞാൻ അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം ഞാൻ പത്രപ്രവർത്തകയാവുന്നത് ഒരു കഥാകാരിയാവാൻ വേണ്ടിയിട്ടാണ്. കഥാകാരിക്ക് വേണ്ട ഒരു തൃശ്ശൂർ ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമപ്രദേശത്ത് ഒരു പെൺകുട്ടിക്ക് കഥ എഴുതണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാനൊരു ജേർണലിസ്റ്റായത്. അത് 18 വർഷം തുടർന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഒരു ജേർണലിസ്റ്റിന് ഭയങ്കര സമയവുമായിട്ട്, നിങ്ങൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികളല്ലേ, നിങ്ങൾ അതിൻ്റെ തൊഴിലിൽ ഏർപ്പെടുമ്പോൾ മനസ്സിലാവും അതിന് സമയം വളരെ കുറവാണ്. നമുക്ക് പലപ്പോഴും ഞാൻ എല്ലായിടത്തും നിരന്തരം പറയുന്നൊരു ഉദാഹരണമാണ്, ബാങ്കിലെ ഒരു ഓഫീസർ കാഷ്യറിൻ്റെ കയ്യിലൂടെ ധാരാളം പണം ഒഴുകിപ്പോവും, പക്ഷെ അയാൾ ഒരിക്കലും പണക്കാരനാവില്ല. അതുപോലെ നമ്മുടെ മുമ്പിലൂടെ പല ഭരണകൂടങ്ങൾ വരുന്നതും വീഴുന്നതും പലതരത്തിലുള്ള കഥകൾ, അല്ലെങ്കിൽ കഥകളേക്കാൾ ഫിക്ഷനെയൊക്കെ അതിശയിപ്പിക്കുന്ന ജീവിതങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകും. പക്ഷെ പലപ്പോഴും അത് കഥയിലേക്ക് ആവാഹിക്കാൻ നമുക്ക് പലപ്പോഴും പ്രയാസം തോന്നും. അങ്ങനെ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിലേക്ക് എങ്ങനെ വന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ 18 വർഷം അതുമായിട്ട് പയറ്റിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് ശരിയാവില്ല. ഇനിയിപ്പം വേറെ അധ്യാപനം നല്ല എളുപ്പമുള്ള തൊഴിലാന്ന് കേട്ടിട്ടുണ്ട്, 2 മാസം അവധിയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട്. പക്ഷെ ആ കുരിശെടുത്ത് തലയിൽ വെച്ചപ്പോഴാണ് അത് കുറേ കൂടി വലിയ കെണിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ വേറെ തരത്തിൽ പത്രപ്രവർത്തകൻ ന്യൂസ് റൂമിലിരുന്ന് വാർത്തകളെ സമീപിക്കുകയാണെങ്കിൽ, ഒരു അധ്യാപകൻ കുറച്ചുകൂടി ഇച്ചിരി മനുഷ്യപ്പറ്റുള്ള ഒരു അധ്യാപികയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ ഓരോ ദിവസവും ഓരോ ജീവിതങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ ആ ജീവിതങ്ങളുമായിട്ട് മല്ലിടുമ്പോൾ കുറേ കൂടി വേറെ തരത്തിൽ നമ്മൾ ആഴത്തിൽ തൊട്ട് അറിയേണ്ട അനുഭവങ്ങളും കടന്നു വരും. ഇതൊക്കെ കൂടി ചേർന്ന് എന്നാണ് ഞാൻ എഴുതുക എന്നറിഞ്ഞുകൂടാ. പലപ്പോഴും നിങ്ങൾ അഗ്നിസാക്ഷി വായിച്ചിട്ടുണ്ടോ? അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷിയുടെ അവസാനം അന്തർജനം പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് പലപ്പോഴും കുടുംബം അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളുടെ ഇടയിൽ ചെറിയ കവിതയോ കൊച്ചു കഥകളോ ഒക്കെ എഴുതാനേ സമയം കിട്ടൂ. പലപ്പോഴും വലിയ സാഹിത്യ രൂപങ്ങളുമായിട്ട് മല്ലിടാൻ സമയം കിട്ടില്ലെന്ന്. പക്ഷെ ഞാൻ ഈ പറയുന്നതിൻ്റെ നേരെ വിപരീതമാണ് ഇനിയുള്ളവർ പറയാനിരിക്കുന്നത്. അവർ മിലിറ്ററിയിലും, ഒരാൾ പ്രിൻസിപ്പലാണ് കോളേജിൻ്റെ, അതിൻ്റെ ഇടയിലും വലിയ നോവലുകൾ എഴുതിയ അവരുടെ ജീവിതാനുഭവങ്ങൾ കൂടി കേൾക്കുമ്പോൾ നമുക്കിതിൻ്റെ ഒരു തുടർച്ചയാവും. അവരിതിൻ്റെ വിരുദ്ധമായ കാര്യങ്ങൾ പറയും. അപ്പോൾ നമുക്ക് കൂടുതൽ ചർച്ചകളിലേക്ക് വരാം. ഹലോ, അടുത്തതായി നമ്മോട് എഴുത്തിനെക്കുറിച്ച് സംസാരിക്കാൻ ഉള്ള ആളുടെ ആദ്യ നോവലിൻ്റെ പേര് മുദ്രിത എന്നാണ്. അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: സർവരഞ്ജിനി അയച്ച ഒരു മെസ്സേജ്
നാളെ അവരുടെ സൈലൻസ് എന്ന പേരുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ വരും. അതൊരു കുഞ്ഞു കഥയാണ്. ചെറിയൊരു കുട്ടി ഉച്ചനേരത്ത് കത്തിച്ച വിളക്കുമായി വഴിയിലൂടെ നടക്കുന്നത് കണ്ട് ഒരു പണ്ഡിതൻ വിളിച്ചു ചോദിച്ചു, എവിടെ നിന്നാണ് വെളിച്ചം കൊണ്ടുവരുന്നത്? ഉടനെ കുട്ടി വിളക്കൂതിക്കെടുത്തിയിട്ട് ചോദിച്ചു, ഇപ്പോൾ എവിടേക്കാണ് വെളിച്ചം പോയത്? പണ്ഡിതന് ഉത്തരം മുട്ടി. കഥ അവിടെ തീർന്നു. സർവരഞ്ജിനി വേറൊന്നും പറയില്ല. നാളെ രാവിലെ പല സമയങ്ങളിലായി ഈ കഥ വായിക്കുമ്പോൾ ഗ്രൂപ്പിലുള്ള എല്ലാവരും എവിടെ നിന്ന് വന്നുവെന്നും എങ്ങോട്ട് പോയെന്നും അറിയാത്ത ഒരു വെളിച്ചത്തെക്കുറിച്ച് ഓർത്തേക്കും. അപ്പോൾ അവരുടെ കണ്ണുകൾ നനെ. എഴുത്തിലെ വെളിച്ചപ്പെടലിനെ കുറിച്ച് സംസാരിക്കാൻ കുന്നമംഗലം ഗവൺമെൻറ് കോളേജിലെ പ്രിൻസിപ്പളും മലയാളത്തിലെ ഇന്ന് ഏറ്റവും ശക്തയായ സ്ത്രീ രചനകളുടെ ഉൾക്കാമ്പ് തിരിച്ചറിഞ്ഞ എഴുത്തുകാരിയുമായ ജിസ ടീച്ചറെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നല്ല വാക്കുകൾക്ക് നന്ദി. ഇപ്പോൾ എഴുത്തിനെക്കുറിച്ച് പറഞ്ഞാൽ, എൻ്റെ എഴുത്ത് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എഴുത്തിനെക്കുറിച്ച്, സ്വന്തം എഴുത്തിനെക്കുറിച്ച് പറയുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ച് മുമ്പ് രേഖ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് ഒരുപാട് കാലം എഴുതാതിരുന്നതെന്ന്. അപ്പോൾ എനിക്ക് തോന്നിയത്, എൻ്റെ ഒരു എഴുത്ത് ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ത്രീകളുടെ എഴുത്ത് ജീവിതത്തിൻ്റെയും കൂടി ദൃഷ്ടാന്തമാവും എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ഒരു അക്കാദമിക് പ്രബന്ധത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളുടെ എഴുത്തിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഒരുപാട് സ്ത്രീകൾ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് എടുത്തിട്ട് എഴുത്ത് നിർത്തിപ്പോയവരായിട്ട് കാണുന്നത്. അപ്പോൾ അവരിൽ ചിലർ പിന്നെ തിരിച്ചു വന്നിട്ടുണ്ട്, വളരെ ശക്തമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ചിലർ ഇപ്പം നമ്മൾ സിനിമാ നടികളുടെ കാര്യം പറയും, അവർ വിവാഹം കഴിച്ച അഭിനയം നിർത്താം. കുറച്ച് കാലം മുമ്പ് അതൊരു ട്രെൻഡായിരുന്നു, കല്യാണം കഴിഞ്ഞാൽ പിന്നെ അഭിനയം നിർത്താം, സിനിമയിൽ നിന്ന് വിരമിക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവർ തിരിച്ചു വരിക, അമ്മ റോളിലൊക്കെയാണ് തിരിച്ചു വരിക. അപ്പോൾ ഏകദേശം എഴുത്തുകാരികളിലും ഒരു വലിയ ശതമാനത്തിന് ഇങ്ങനെ എഴുത്ത് നിർത്തേണ്ടി വരുന്നുണ്ട്. അവരെ പിന്നീട് നമ്മൾ കാണുന്നേ ഇല്ല. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പം എനിക്ക് വെളിച്ചപ്പെടാൻ പറ്റി എന്നുള്ളത് ഞാനൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അത് ബോധപൂർവം ചെയ്തതല്ല. ഇപ്പോൾ പഠിക്കുന്ന കാലത്ത് രേഖ പറഞ്ഞ പോലെ ഒരുപാട് വായിക്കും. അന്ന് വേറെ ഒന്നുമില്ല, പുസ്തകങ്ങളും ലൈബ്രറിയൊക്കെ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വായിക്കും, സ്വാഭാവികമായിട്ടും എഴുതാൻ തുടങ്ങും, മത്സരങ്ങൾക്ക് എഴുതും. അപ്പോൾ ഒട്ടും ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളായതുകൊണ്ട് എഴുതുന്നതൊന്നും ആർക്കും കാണിച്ചു കൊടുക്കില്ലായിരുന്നു. ഞാൻ എപ്പോഴും മത്സരങ്ങൾക്ക് മാത്രമാണ് അന്നൊക്കെ കഥ എഴുതിയിരുന്നത്. മത്സരങ്ങൾക്ക് എഴുതിയ കഥയാണ് വല്ലപ്പോഴും കോളേജ് മാഗസിനിലൊക്കെ അവർ തന്നെ എടുത്തിടുന്നത്, അല്ലാതെ ഞാനായിട്ടൊരു കഥ പോലും പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതൊരു നല്ല കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ആവരുതെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു. അങ്ങനെ എഴുതുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രസിദ്ധീകരിക്കുക, അത് വായിക്കാൻ കൊടുക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് ധാരാളം നല്ല പുസ്തകങ്ങളും കഥകളൊക്കെ വായിക്കുമ്പോൾ ഇതിൻ്റെ അടുത്തൊന്നും എത്തില്ലല്ലോ ഞാൻ എഴുതുന്നത്, അത് വളരെ മോശമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ പൂർത്തിയാക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മത്സരങ്ങളുടെ ഒരു പ്രായം കഴിയുമ്പോൾ, അല്ലെങ്കിൽ കോളേജ് ലൈഫൊക്കെ കഴിയുമ്പം എഴുത്തങ്ങ് നിലച്ചുപോയി. ഞാൻ കഥ എഴുതും എന്ന്, അല്ലെങ്കിൽ ഞാൻ എഴുതിയിരുന്നു എന്നൊക്കെ വല്ലപ്പോഴും ആരെങ്കിലുമൊക്കെ ഓർമ്മിപ്പിച്ചാൽ മാത്രം ഓർക്കുന്ന ഒരു സംഗതിയായിട്ട് മാറി. അപ്പോൾ രേഖയുടെയും KR മീരയുടെയൊക്കെ പുസ്തകം വരുന്ന സമയത്ത് എൻ്റെ അമ്മയാണ് എന്നെ ഭയങ്കര വേവലാതിപ്പെട്ടിരുന്നത്. ഇവരൊക്കെ പുസ്തകം എഴുതുന്നുണ്ട്, അവരൊക്കെ നിരന്തരമായിട്ട് എഴുതുന്നുണ്ട്, നീ എന്താ എഴുതാത്തതെന്ന് എന്നോട് എപ്പോഴും ചോദിക്കുകയായിരുന്നു. പിന്നെ അമ്മയും അത് വിട്ടു. അപ്പോൾ ആർക്കും വേണ്ട, ഞാൻ എഴുതുന്നില്ലെങ്കിൽ അതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലം അത് ഇപ്പം കല്യാണം കഴിഞ്ഞതുകൊണ്ടോ ജോലി കിട്ടിയതുകൊണ്ടോ കുട്ടികളുണ്ടായതുകൊണ്ടോ ഒന്നും ഉണ്ടായ ഒരു ബ്രേക്കല്ല എൻ്റെ കാര്യത്തിൽ. എനിക്ക് എഴുതാമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് നീണ്ടു പോയി. പിന്നെ ഏതോ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഈ വിവരസാങ്കേതിക വിദ്യ, മൊബൈൽ ഫോൺ, മലയാളം എഴുതാൻ പറ്റുക, ഫോണിൽ തന്നെ എഴുതാൻ പറ്റുക, അങ്ങനത്തെയൊക്കെ ടെക്നോളജിയും കൂടി എൻ്റെ ഒരു എഴുത്തിൻ്റെ തിരിച്ചുവരവിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ എഴുതുകയില്ല. അപ്പോൾ എന്തെങ്കിലും എഴുതണം, എഴുത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു പാർട്ട് ഓഫ് ലൈഫ് എന്നൊക്കെ പറയണ പോലെ അങ്ങനെ ഒരു സംഗതിയായിട്ട് മാറി. എഴുതാൻ തുടങ്ങുമ്പോൾ ആ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. വെറുതെ ജസ്റ്റ് എഴുതി നോക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പണ്ട് എഴുതിയിരുന്നല്ലോ, ഇപ്പോൾ വീണ്ടും ഒന്ന് എഴുതി നോക്കാം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും ആദ്യത്തെ ഇൻസൾട്ട് വീട്ടിൽ നിന്നാണെന്ന് പറയണ പോലെ നമുക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ എഴുതുന്ന സ്ത്രീകളെ, വായിക്കുന്ന സ്ത്രീകളെയൊന്നും ആർക്കും പൊതുവെ വലിയ താല്പര്യമില്ല. വീട്ടിലെ കാര്യങ്ങൾക്ക് അവർ ചെലവഴിക്കേണ്ട ഊർജ്ജവും സമയവുമാണ് എഴുത്തിനും വായനയ്ക്കൊക്കെ വേണ്ടിയിട്ട് ചെലവഴിക്കുക. അപ്പോൾ മറ്റുള്ളവർക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എഴുതാൻ തുടങ്ങുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ച് കുറച്ച് മുതിർന്നതിന് ശേഷം
കണ്ടിന്യൂസ് ആയിട്ട് എഴുതി വരുന്നവർക്ക് ചിലപ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ പുതിയതായിട്ട് എഴുതാൻ തുടങ്ങുന്ന സ്ത്രീകൾ പലപ്പോഴും ഒരുപാട് അപമാനങ്ങളെയും കൂടി അതിജീവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് ചിലപ്പോൾ നമുക്കൊരു ഉൾക്കരുത്ത് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ KR മീര ആവാനാണോ ശ്രമം എന്നൊക്കെയുള്ള മാതിരി മാധവിക്കുട്ടി ആവാൻ നോക്കുകയാണോ, അങ്ങനെയൊക്കെയുള്ള പരിഹാസങ്ങളെ മറികടക്കാനും കൂടി ആയിരിക്കും നമ്മൾ ശക്തമായിട്ട് എഴുതാൻ തുടങ്ങിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. എപ്പോഴും എനിക്ക് വളരെ ആരാധന തോന്നിയിട്ടുള്ള ഒരാളാണ് ഗീതാ ഹിരണ്യൻ. അവരും എഴുത്ത് ജീവിതത്തിൽ വലിയൊരു ബ്രേക്ക് എടുത്ത ആളാണ്, നീണ്ടകാലം എഴുതാതിരുന്ന ആളാണ്. അപ്പോൾ തിരിച്ചു വരുമ്പം അവർ അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ കഥയോടൊപ്പം ഒളിച്ചോടി എന്നാണ്. അപ്പോൾ വാക്കാണ് എൻ്റെ ഒരേ ഒരു സമ്പാദ്യം, വാക്കാണ് എഴുത്തുകാരനെ ശുപാർശ ചെയ്യുക. എഴുത്തുകാരൻ എന്നുള്ളത് 2 ജെൻഡറും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ എനിക്ക് വാക്കിലേക്ക് സ്വതന്ത്രയാവണം എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കഥയോടൊപ്പമുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നു എൻ്റെ എഴുത്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും 2 പേജെങ്കിലും എഴുതണം എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ എഴുതുന്ന ആളുകളുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് എഴുതുക എന്നുള്ളത് വളരെ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണ്. കുറച്ച് ജൈവികമായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഒരു ജീവിതം കൂടി നമ്മൾ ജീവിക്കുന്നുണ്ട്. നമ്മൾ തൊഴിൽ ജീവിതം, അതിൻ്റെ യാന്ത്രികത, വിരസത, ചിലപ്പം ടീച്ചിങ് പോലത്തെ പ്രൊഫഷനിൽ അതിലും ഒരുപാട് യാന്ത്രികതയുണ്ട്. പണ്ടത്തെ പോലെയല്ല. പണ്ട് നമുക്ക് പഠിപ്പിച്ചാൽ മതിയായിരുന്നു, കുട്ടികളുമായിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഒരുപാട് ക്ലറിക്കൽ നമ്മൾ ടീച്ചേഴ്സിന് അറിയാം എന്തുമാത്രം ക്ലറിക്കൽ വർക്കാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്, ഒരു രസമില്ലാത്ത പണികൾ. അപ്പോൾ അതിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേഷനും കൂടി വരുമ്പം പറയാനില്ല. അപ്പോൾ ആ വിരസമായിട്ടുള്ള ജീവിതത്തെ കുറച്ച് രസകരമാക്കാനുള്ള ടിപ്സായിരിക്കും എഴുത്തെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ എഴുത്തിലൂടെ നമ്മളൊരു സമാന്തര ജീവിതം ജീവിക്കുകയാണ്. എനിക്ക് അതാണ് ഏറ്റവും രസകരമായിട്ട് എഴുത്തിൽ തോന്നുന്നത്. അതിലൊരു അനിശ്ചിതത്വമുണ്ട്. ഞാൻ വളരെ പ്ലാൻ ചെയ്ത് എഴുതുന്ന ആളല്ല. ഇതാണ് എൻ്റെ കഥ, അല്ലെങ്കിൽ ഇത് ആദ്യം മുതൽ അവസാനം വരെയൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ട് പേപ്പറിലേക്ക് അല്ലെങ്കിൽ ഫോണിലേക്ക് പകർത്തുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും ഇത് അനിശ്ചിതമാണ്. ഇതെന്താവും, ഇതെങ്ങോട്ട് പോകും എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷ എപ്പോഴും എഴുത്തിനൊപ്പം ഉണ്ട്. അപ്പോൾ മുദ്രിത എന്നുള്ള നോവലിലെ ലാസ്റ്റ് ചാപ്റ്റർ വായിച്ചു. അപ്പോൾ അത് എഴുതുമ്പോൾ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയാണ്. ഒരു ടൂർ പ്രോഗ്രാമും അത് കോളേജിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കോളേജിൽ നിന്ന് ഓർഗനൈസ് ചെയ്യുന്ന ടൂറുകളുടെ ഒക്കെ ഒരു സ്വഭാവം അറിയുന്നത് കൊണ്ടാണ് ആ ഫസ്റ്റ് ചാപ്റ്ററൊക്കെ എഴുതാൻ പറ്റിയത്. അപ്പോൾ അത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തെളിഞ്ഞു വന്നതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, വളരെ അനിശ്ചിതമാണ് എഴുത്തിൻ്റെ വഴികൾ. അത് വളരെ രസകരമാണ്. ആ അനിശ്ചിതത്വം എന്ന് പറയുന്നത് ഞാൻ വളരെ ആസ്വദിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എഴുത്ത് എങ്ങനെയാണ് നമുക്കൊരു പുതിയ ജീവൻ, പുതിയൊരു ഉൾക്കാഴ്ച, പുതിയ ബന്ധങ്ങൾ, പുതിയ സൗഹൃദങ്ങൾ അതൊക്കെ തിരിച്ചു തന്നത് എന്ന് എഴുതാൻ തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ എഴുതാതിരുന്നു. അതെന്തിനാണെന്ന് ഇതുപോലെ എനിക്കും അറിയില്ല. ഇപ്പോൾ ചന്ദ്രമതി ടീച്ചർ പറയുന്നുണ്ട്. ടീച്ചർ ചന്ദ്രമതി എന്ന് പറഞ്ഞ എഴുത്തുകാരി നിങ്ങൾ കുറച്ച് പേർക്ക് അറിയും. അപ്പോൾ അവർ ഏകദേശം 18 കഥകളോളം എഴുതിയിട്ടാണ് അവർ പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല മാസികകളിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ട് പിന്നെ അവരൊരു എഴുത്ത് നിർത്തേണ്ടി വന്നു. വീട്ടിൽ നിന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ, നാട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് സ്ത്രീകൾ എഴുതുമ്പം ഇത് നിൻ്റെ ജീവിതത്തിലെ സംഭവമല്ലേ എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ പണ്ടുമുണ്ട്, ഇപ്പം പിന്നെ നമ്മളൊന്നും അത് കെയർ ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ട് അവർ ആ 23-ാമത്തെ വയസ്സിൽ എഴുത്ത് നിർത്തി. പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഒരു വാശിയുടെ പുറത്താണ് അവർ എഴുത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഇങ്ങനെ ചില ചെറിയ ചെറിയ വാശികൾ, അതാണ് പലപ്പോഴും എഴുത്ത് നിർത്തിയ സ്ത്രീകളെ എഴുത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ തിരിച്ചു വരിക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ധൈര്യസമേതം, കുറച്ചും കൂടി കാലം മാറിയിട്ടുണ്ട്, എഴുത്ത് പോലെ സന്തോഷം തരുന്ന ഒരു കാര്യം എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എഴുത്തുകാരുണ്ടെങ്കിൽ അവരോട് ഞാൻ ഒന്നും കൂടി പറയാണ്, നിങ്ങൾ ഈ ബ്രേക്കുകൾ ഒഴിവാക്കുക, തുടർന്ന് എഴുതിക്കൊണ്ടേ ഇരിക്കുക. താങ്ക് യു ടീച്ചർ. നിങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ കുറേയൊക്കെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എനിക്കൊന്ന് വലിയൊരു ഫോർമാലിറ്റിയിൽ ഭയങ്കര മസിൽ പിടിച്ചിങ്ങനെ നോക്കിയിരിക്കണമെന്നില്ല. ഇവരൊക്കെ നമ്മളെപ്പോലെ തന്നെ സാധാരണ ആളുകളാണ്, വലിയ എഴുത്തുകാരാണെങ്കിൽ പോലും. നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 4 പേരെയും നിങ്ങൾ കാണുമ്പോൾ 4 തരത്തിലുള്ള കോസ്റ്റ്യൂമാണ്. അതായത് ഒരാൾ സാരി ഉണ്ട്, ചുരിദാർ. ഇതിലേറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്പിയറൻസിലിരിക്കുന്ന ആൾ ആരാണ് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അങ്ങേയറ്റത്തിരിക്കുന്ന ഒരാളെ കാണാൻ കഴിയും. കാരണം ഈ 3 പേരും മലയാളം
അധ്യാപകർ മലയാളം കോളേജിലൊക്കെ പഠിപ്പിച്ച് അങ്ങനെ പോകുന്ന ആളുകൾ കൂടിയാണ്. പക്ഷെ അങ്ങേയറ്റത്തിരിക്കുന്ന ആൾ പട്ടാള അനുഭവങ്ങളെ, പട്ടാള ജീവിത അനുഭവങ്ങളെ മലയാളത്തിൽ നന്ദനാർക്കും അതേപോലെ കോവിലിനും ധാരാളം മലയാള എഴുത്തുകാർക്കുമൊക്കെ ശേഷം ഇത്ര ആഴത്തിൽ ഒരു സ്ത്രീ പറയുന്നു എന്നതാണ് ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ്റെ ഏറ്റവും അടിവരയിട്ട് പറയുന്ന ഒരു പ്രത്യേകത. ഇന്ത്യൻ റെയിൻബോ എന്ന ഓർമ്മക്കുറിപ്പുകൾ, പട്ടാള അനുഭവ ഓർമ്മക്കുറിപ്പുകൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ID കാർഡും നെഞ്ചിലണിഞ്ഞ് ഏതൊക്കെ മലകളും കാടുകളും കയറിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഇരുണ്ടതും വെളുത്തതും പരുപരുത്തതുമായ മൂലകളും കോണുകളും. എയർപോർട്ടിൽ ലേറ്റായിട്ടും അവർ കയറ്റിവിട്ടിട്ടുണ്ട്. ആർക്കും പ്രവേശനമില്ലാത്ത ഇടങ്ങളിലും കയറിയിട്ടുണ്ട്. മരുഭൂമിയിലെ ടെൻറ്റിലും മെട്രോ നഗരത്തിൻ്റെ പോഷ് ഏരിയയിലെ ക്വാർട്ടറിലും ഒരേ സന്തോഷത്തോടെ കഴിഞ്ഞിട്ടുണ്ട്. കത്തിത്തീർന്നത് ഒരു കാലമാണ്. ജീവിതത്തിലെ ഏറ്റവും സുന്ദര സുരഭിലമായ 14 വർഷങ്ങളാണ്. കേശവൻ നായർ സാറാമ്മയോട് ചോദിച്ചതുപോലെ, സാറാമ്മേ, ജീവിതത്തിലെ ഏറ്റവും സുന്ദരവും സുരഭിലവുമായ 14 വർഷങ്ങൾ നീ എങ്ങനെ ചെലവഴിച്ചു? ഞാൻ പട്ടാളത്തിൽ ചേർന്നു. തിരിച്ചു വന്ന് ഇട്ടിരുന്ന കോമ്പാക്ട് യൂണിഫോമിൽ നിലക്കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരു സെൽഫി കൂടി എടുത്ത് പിന്നത് അഴിച്ചു മാറ്റി പെട്ടിയിൽ എന്നത്തേക്കുമായി പാക്ക് ചെയ്തപ്പോഴും പെട്ടി എയർപോർട്ടിലേക്കുള്ള വണ്ടിയിൽ എടുത്തു വെച്ചപ്പോഴും ഞാൻ ചിരിക്കുക തന്നെയായിരുന്നു. നമ്മുടെ ബഷീറിൻ്റെ ഒരു കാര്യമേ കരഞ്ഞാലും ചിരിപ്പിക്കും. സോണിയ ചെറിയാൻ്റെ ഇന്ത്യൻ റെയിൻബോ എന്ന ഓർമ്മക്കുറിപ്പുകൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ചോദ്യം: എഴുത്ത് പെട്ടിയിൽ ഇനിയും ധാരാളം കഥകൾ നിറച്ചു വച്ചിട്ടുണ്ട്. എഴുത്ത് എന്നതിനെ എങ്ങനെയാണ് നിർവചിക്കുന്നത്? ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. വിഷ്ണു സാർ, നന്ദി അത്രയും നല്ല വാക്കുകൾ പറഞ്ഞതിന്. ശരിക്കും ഇവിടെ വരാനും നിങ്ങളെ കാണാനും ഒക്കെ ഒരു അവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇവരൊക്കെ കോളേജ് പ്രൊഫസേഴ്സാണ്, പ്രിൻസിപ്പളാണ്, ടീച്ചേഴ്സാണ്, എന്നും കുട്ടികളെ കാണുന്നവരാണ്. പക്ഷെ ഞങ്ങൾ പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ആണെങ്കിലും ഡോക്ടേഴ്സായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു അവസരം കിട്ടാറില്ല. അത് ചെറുപ്പത്തിൽ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഒന്ന് എഴുത്തുകാരിയാവുക, എന്താ പറയുക, എയർ ഹോസ്റ്റസ് ആവുക. അതിലൊരാഗ്രഹമായിരുന്നു കോളേജിൽ കുട്ടികളെ മലയാളം പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും വന്ന് നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം വരുന്നുണ്ട്. ഞങ്ങൾക്ക് കാര്യം ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലൊക്കെ കാണാൻ അവസരം കിട്ടുമെങ്കിലും അത് എല്ലാവരും കൂടി ഒരു മിക്സഡ് ക്രൗഡാണ്. ഇത്രയും യങ് ജനറേഷൻ, ശരിക്കും ഈ 25 വയസ്സിൽ താഴെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മജോറിറ്റിയാണ് കാണുന്നത്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും യങ് കൺട്രി ഇന്ത്യ എന്നറിയാമല്ലോ അല്ലേ? 50% 25 വയസ്സിൽ താഴെയുള്ള ടീനേജേഴ്സ് ആൻഡ് യങ്സ്റ്റേഴ്സാണ്. അപ്പം ലോകത്തിൻ്റെ തന്നെ നെക്സ്റ്റ് വർക്ക് എഞ്ചിനാകാനുള്ള കുട്ടികളാണ് എന്ന് വെച്ചാൽ യങ്സ്റ്റേഴ്സാണ്. ഇവിടുന്ന് തന്നെ ഈ നിങ്ങൾ പഠിക്കുന്ന അങ്ങനെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിൽ വരിക, സ്റ്റുഡൻസിനെ കാണുക, അവരുടെ ടീച്ചേഴ്സിനെ കാണുക, ഒക്കെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം എനിക്ക് തോന്നുന്നു, എനിക്ക് അധികം അങ്ങനെ സംസാരിക്കാനുള്ള ഒരിതിൽ എനിക്കൊന്നൊരു ഇൻട്രാക്ഷൻ പോലെ ഞാൻ എന്തുകൊണ്ടാണ് എന്ന് നിർവചിക്കാൻ പറഞ്ഞാൽ സത്യമായിട്ടും എനിക്ക് നിർവചിക്കാൻ അറിയത്തില്ല. കാരണം ഞാൻ ബേസിക്കലി അങ്ങനെ ചെറുപ്പം തൊട്ട് എഴുതാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, എഴുതിയിട്ടുമുണ്ട്. അന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഈ ചെറുപ്പത്തിൽ, ഈ പുസ്തകം അമ്മയൊരു നോട്ട്ബുക്കൊക്കെ തരും. അപ്പോൾ അതിലിങ്ങനെ കുറേ പടം വരയ്ക്കും, അതിൻ്റെ അപ്പുറത്ത് എഴുതി വെക്കും ഇങ്ങനെ രേഖ പറഞ്ഞത് മാതിരി. പക്ഷെ ഒരു ദിവസം പരിപാടിയെല്ലാം തീർന്നു, എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ ഈ ബുക്ക് കിട്ടി. അപ്പോൾ ഓരോ കഥ വായിക്കുക, കഥ എഴുതുന്നു കേട്ടോ, അന്ന് കവിതയല്ല, കഥ വായിക്കുക, അത് ഒച്ചത്തിൽ വായിച്ച് നടക്കുക. അതൊരു മാടത്തയുടെ സ്വകാര്യം എന്നൊക്കെ പറഞ്ഞൊരു കഥയൊക്കെ ഉണ്ടായിരുന്നു 7 വയസ്സിൽ. എൻ്റെ കൂട്ടുകാർ, എൻ്റെ കസിൻസ്, എൻ്റെ ബ്രദേഴ്സ്, ഇവരെല്ലാവരും കൂടെ എന്നെ എഴുത്ത് മൊത്തത്തിൽ തീർന്നുപോയി. ഭയങ്കരമായിട്ട് നാണക്കേടായി, കരച്ചിലെ ബഹളം. പിന്നെ എന്ത് ചെയ്തു? എഴുതുക എന്ന് പറഞ്ഞാൽ ആരെയും കാണിക്കാതിരിക്കുക എന്നുള്ള പരിപാടിയായി. അപ്പോൾ ആരും കണ്ടു കഴിഞ്ഞാലേ കളിയാക്കുള്ളൂ. അപ്പോൾ എഴുതി കഴിയുക, അപ്പം തന്നെ കീറിക്കളയുക. അങ്ങനെ എഴുത്ത് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്, പ്രത്യേകിച്ചും ക്രിയേറ്റീവ്. പക്ഷേ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എസ്സേക്കൊക്കെ കൂടുമായിരുന്നു, എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷനൊക്കെ. എന്നാലും ഈ ക്രിയേറ്റീവ് റൈറ്റിംഗ്
ഫിക്ഷൻ നമ്മുടെ മാത്രം ഒരു രഹസ്യ ഉദ്യാനമായിട്ട് ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യമായിരുന്നു. എപ്പോഴും ചെയ്യും, അത് നശിപ്പിക്കും. പ്രത്യേകിച്ചും കവിതകൾ എഴുതി കളഞ്ഞപടി കീറിക്കളയുക. അത് കഴിഞ്ഞിട്ട് ഈ മിലിറ്ററിയിലായിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് യാത്രകൾ വരും, ടെമ്പററി ഡ്യൂട്ടികൾ. അപ്പോൾ ഈ മലയുടെ മേലെയും ഒക്കെ പോയി കഴിയുമ്പോൾ എപ്പോഴും കയ്യിലൊരു നോട്ട് പാഡ് ഉണ്ടാകും. ഈ കോമ്പാറ്റ് യൂണിഫോമിന് ഒരുപാട് പോക്കറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ നോട്ട് പാഡിൽ ഇങ്ങനെ ഒരു നോട്ട് ബുക്ക് ഉണ്ടാകും. അപ്പോൾ കാണുന്ന ആൾക്കാർ, നമ്മൾ കാണുന്നത് ശരിക്കും എത്ര തരത്തിൽപ്പെട്ട മനുഷ്യരെയായി, മനുഷ്യരെ ഇങ്ങനെ വരച്ച് അവർ പ്രത്യേകമായിട്ട് അവരുടെ വരച്ചെടുക്കുക. പിന്നെ അതുപോലെ അവരുടെ രൂപം വരയ്ക്കുന്ന കൂടെ ഒരു 3-4 ലൈനൊക്കെ എഴുതി വെക്കും. അത് അധികവും കവിതയായിട്ട്, പോയമായിട്ടായിരിക്കും, പ്രോസായിട്ടല്ല. അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നമ്മുടെ കൺട്രി എന്ത് വാസ്റ്റായിട്ടുള്ള കൺട്രി, അത് സഞ്ചരിച്ച് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. ഈ ഒരു ഇതിൽ നിന്ന് വേറൊന്നിലേക്ക് പോകും തോറും, ഒരു ചെറിയ സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകും തോറും ഭാഷ മാറും, വേഷം മാറും, ആചാര രീതികൾ മാറും, ഭക്ഷണം മാറും. ഈവൻ എല്ലാ രീതിയിലും ആ സംസ്കാരത്തിൻ്റെ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വർഷം, 1.5 വർഷമായി, ഒരു നല്ല തണുപ്പുള്ള സമയത്താണ്, ഫെബ്രുവരി മാസം, ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ. അപ്പോൾ ഹിമാലയത്തിൽ ഒക്കെ ഇങ്ങനെ മഞ്ഞ് മുഴുവൻ കട്ട കൂടി കിടക്കുന്ന സമയമാണ്, മഞ്ഞ് ഉരുകിയിട്ടില്ല. സാധാരണ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഹിമാലയത്തിൽ പോകുന്നത് ഏത് മാസമായിരിക്കും? ഏപ്രിൽ മെയ്യിലൊക്കെയാണ്. ആ സമയത്തെ റോഡുകളെല്ലാം ഗതാഗതയോഗ്യമാകുള്ളൂ. അങ്ങനെയുള്ളൊരു സമയത്ത് ഞങ്ങൾ ഡൽഹി പോയി. അപ്പോൾ ഡൽഹിയിലെ പൊല്യൂഷൻ ഭയങ്കരമാണല്ലോ. അപ്പോഴത്തേക്കും ഞങ്ങൾ ഒരാഴ്ച ഒരു ടൈമുണ്ട്, ഞങ്ങൾ ഡൽഹിയിൽ നിൽക്കാമെന്ന് വിചാരിച്ചാൽ പോയത്. അപ്പം നമുക്ക് ഹിമാചലിൽ പോകാം, ഹിമാചലിൽ പോകാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാം. അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ ഷിംലയ്ക്ക് ബസ് കയറി ഷിംല ചെന്നിറങ്ങി ഒരു വണ്ടി എടുത്തു. ഇനി എവിടെയായാലും മിലിറ്ററി സ്റ്റേഷൻസ് ഉണ്ടല്ലോ, ഏറ്റവും അറ്റത്ത് പോകാമെന്ന് വിചാരിച്ചു. ടിബറ്റിൻ്റെ സൈഡിലുള്ള കിനോർ ജില്ലയിലുള്ള ഒരു കിനോർ ഡിസ്ട്രിക്റ്റ് ഉണ്ട്. കിനോർ കൈലാസം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇങ്ങനെ ആ കിനോർ അവിടെ ഒരു മലയുടെ മേലെ ഇങ്ങനെ ഒരു ശിവലിംഗമൊക്കെ ഉണ്ട്, അത് കാണാൻ അങ്ങനെ ഒരുപാട് പേര് വരുന്ന സ്ഥലം. പക്ഷേ ഫെബ്രുവരിയിലല്ല കേട്ടോ. അപ്പോൾ ഫെബ്രുവരിയാണ്, റോഡൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ഡ്രൈവർ, ഷിംലയിൽ നിന്ന് നമ്മുടെ വണ്ടിയിൽ കയറിയ ഡ്രൈവർക്ക് അദ്ദേഹത്തിന് ഒരു 40 കിലോമീറ്റർ കഴിയും തോറും ഭാഷ മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാൽ ഓരോ 40 കിലോമീറ്ററിൽ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ആ ഭാഷയുടെ വകഭേദങ്ങൾ വരിക. അത്രയ്ക്കും വ്യത്യസ്തമായിട്ട് അങ്ങ് ചേഞ്ച് ആവുക. നമ്മൾ പോയി കണ്ടാലും ആൾക്കാരെ കണ്ടാലും മാത്രമേ നമുക്കത് തിരിയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ കിന്നോറിൽ കൽപ്പ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു ഉയരമുള്ളൊരു മലയാണ്. അവിടെ ഒരു ഭീമൻ വനവാസകാലത്ത് വന്ന് ഗത വെച്ചു എന്ന് പറയുന്ന ഒരു ചെറിയൊരു ലേക്കൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി. അത് കഴിഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയത് ഒരു മിലിറ്ററി ഒരു പട്ടാളക്കാരനാണ്. അപ്പം അദ്ദേഹം എന്തിനാ ഞങ്ങൾ ആ പട്ടാളക്കാരനെ കൂട്ടിവിട്ടതെന്ന് ചോദിച്ചാൽ അയാൾ കിനോഴി ആ ഗ്രാമക്കാരൻ തന്നെയാണ്, കൽപ്പക്കാരനാണ്. അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ വീട്ടിൽ വരുന്നുണ്ടോ? അപ്പം ഞാൻ വീട്ടിൽ പോയി, ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിൽ പോയി അയാൾ, ഇതെൻ്റെ ഗ്രാൻഡ് മദർ, ഇതെൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സ്. അപ്പം നമുക്ക് മനസ്സിലാവുന്നില്ല, നമ്മളങ്ങനെ ചിന്തിക്കുന്ന പോലും. ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ പ്രായമുള്ളവരെയൊക്കെ ഒരുമിച്ച് വലിയച്ഛൻ എന്നൊക്കെ പറയുമല്ലോ, വെച്ചന്മാർ. അപ്പം പറഞ്ഞ അല്ല, എനിക്ക് 3 ഗ്രാൻഡ് ഫാദേഴ്സും ഒരു ഗ്രാൻഡ് മദറുമാണുള്ളത്. നമ്മൾ ഞെട്ടിപ്പോവാണ്. കാരണം നമ്മൾ പോളി ഗാമിയൊക്കെ കളിട്ടുണ്ട്. പോളി ആൻഡ്രി എന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് ഒരുപാട് പുരുഷന്മാരെ കല്യാണം കഴിക്കുന്ന പോളി ആൻഡ്രി. ഞാൻ സ്നോ ലോട്ടസ് എന്ന് പറഞ്ഞ പുതിയ നോവലിൽ ഒരു ടിബറ്റിലുള്ള ഏരിയയിൽ ആ പോളി ആൻഡ്രി ആ ഒരു കുടുംബത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വീട്ടിലേക്കാണ് ഞാൻ അറിയപ്പെടാതെ പോയിട്ട് എത്തിപ്പെടുന്നത്. അപ്പം ഞാൻ അമ്മേനെ കണ്ട, അമ്മ വലിയ കാര്യമായിട്ട് ഇങ്ങനെ തണുപ്പാണ്, നല്ല മൂടി പൊതിച്ച് ഗ്രാൻഡ് മദർ ഇങ്ങനെ ഇരിക്കുക ഒരു കസേരയിൽ. ഞാനിങ്ങനെ, അപ്പം നമ്മളെ കൊണ്ടുപോയ പട്ടാളക്കാരന് ഹിമാചലി ഭാഷ നമുക്ക് മനസ്സിലാവുന്നില്ല, ഇയാൾക്ക് ഹിന്ദി അറിയാം. ഇയാൾ ചോദിച്ചു, അപ്പം നമുക്ക് ആ പാട്രിയാർക്കൽ സിസ്റ്റം നമ്മുടെ തലയിൽ വന്ന് കയറിയിട്ട് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു ആളോട്, നിങ്ങളപ്പോൾ സ്കൂളിൽ ചേർക്കുമ്പോൾ ആരുടെ പേരെഴുതും? നമ്മളെ പ്രശ്നം എവിടെയൊക്കെയാണല്ലോ. ഇത്തന ബടാ പ്രോബ്ലം ഒക്കെ ഉസ്കാ ക്യാ പ്രോബ്ലം ഹേ, അത് ഇത്രയും വലിയ പ്രശ്നമാണോ? ആരുടെയും എഴുതും. അപ്പോൾ നമ്മളെ പാട്രിയാർക്കി നമ്മുടെ തലയിലുള്ള ഓൾറെഡി ഉള്ള ആ സങ്കല്പങ്ങൾക്കെല്ലാം കിട്ടുന്ന ഒരു അടിയാണ്. അപ്പം അമ്മേനോടൊക്കെ കുറേ നേരം സംസാരിച്ചു. അപ്പം ഞാനിങ്ങനെ പറയണം, അത്രയും വ്യത്യസ്തമായ ആചാരങ്ങളുള്ള സ്ഥലങ്ങൾ, അത്രയും വ്യത്യസ്തമായ ഭാഷാരീതികൾ. ഞങ്ങൾക്കൊരു ഭാഗ്യമുള്ളത്, വി മെൻ ആൻഡ് വിമൻ ഇൻ ദ യൂണിഫോം, വി ഗെറ്റ് ദ ചാൻസ് ടു വിസിറ്റ് ഈച്ച് ആൻഡ് എവറി കോർണേഴ്സ്. ആൻഡ് ഈ അറ്റങ്ങളും വിളമ്പുകളെന്ന് പറയില്ലേ, ഏറ്റവും ദരിദ്രരും ഏറ്റവും അറ്റത്തുള്ള മനുഷ്യരെ കാണാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മിലിറ്ററി ഡോക്ടേഴ്സ് നമ്മൾ, കാരണം ഈ അതിർത്തിയിൽ ഓപ് സദ്ഭാവനയുടെ ഭാഗമായിട്ട് അതിർത്തിയിലുള്ള മനുഷ്യരെ നമ്മൾ തന്നെയാണ് ചികിത്സിക്കുക. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ചികിത്സ ഒക്കെ മിലിറ്ററി ആയിരിക്കും. അപ്പം നമുക്ക് അങ്ങനെയുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഞാനെന്താ പറഞ്ഞു വന്നത്, ഓക്കെ, നമ്മുടെ യാത്രകൾ, ഈ സഞ്ചാരങ്ങളാണ്
രൂപപ്പെടുത്തുന്നതെന്ന് പറയുക ചെയ്തത്. എനിക്കിങ്ങനെ ഒരു എഴുതാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എഴുതാനും പതുക്കെ ഇത് വന്നു കഴിഞ്ഞ് മിലിറ്ററിയിൽ നിന്ന് റിലീസ് എടുത്ത് വന്നു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ഓരോ ആർട്ടിക്കിൾ എഴുതി ഇങ്ങനെ ഓരോന്നിലേക്കൊക്കെ അയച്ചു. ആദ്യമൊന്നും ഓൺലൈനുകാരൊന്നും പബ്ലിഷ് ചെയ്തില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ എഴുതി വെക്കുമായിരുന്നു ചെയ്തത്. അതൊരു ബ്രേക്ക് എടുത്തൊരു സമയത്താണ്, അത് മോൻ്റെ +2ൻ്റെ സമയത്ത്. അപ്പം എൻ്റെ അങ്ങനെ അയച്ചു. മനോരമ ഓൺലൈൻ ആദ്യം പബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞപ്പം ഇന്ത്യൻ എക്സ്പ്രസ് മലയാളത്തിൽ കുറേ വന്നു. അദ്ദേഹം ഇങ്ങനെ പിന്നെ കൊടുക്കുന്നൊക്കെ ഇടാൻ തുടങ്ങി. അപ്പം കുറച്ച് പടങ്ങളെല്ലാം കൂടെ വരാൻ തുടങ്ങി. അപ്പം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ എഴുതി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു എഴുതിയ ഒരു ഇതിലേക്ക് അയച്ചു കൊടുക്കും, ഒരു റിട്ടേൺ എന്താ പറയുക അച്ചടി ഇതിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. മാതൃഭൂമി വാരാന്ത പതിപ്പിലേക്ക് ഒരെണ്ണം അയച്ചു കൊടുത്തു. അത് ഒരു കേരളത്തിലെ നേഴ്സിംഗ് ഹിസ്റ്ററിയെ പറ്റിയിട്ടുള്ള ഒരു കുറച്ച് ഇതൊക്കെ ചെയ്ത് എടുത്തൊരു ഗവേഷണമൊക്കെ ചെയ്ത് കുറച്ച് സമയം എടുത്തുണ്ടാക്കിയതായതുകൊണ്ട് കൊടുത്തു നോക്കുമ്പോൾ അവർ പബ്ലിഷ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പം മാതൃഭൂമി വാരാന്ത പതിപ്പിലെ എഡിറ്ററുടെ, നിങ്ങളെല്ലാം ജേർണലിസം സ്റ്റുഡൻസും കൂടി ആയതുകൊണ്ട് പറയാം, ഇത് എഡിറ്ററുടെ ഒരു ഇത് വരുവാണ് ചെയ്തത്, ഒരു കോള് വരുവാണ്. പട്ടാള ഓർമ്മകൾ എഴുതിക്കൂടെ, കാരണം അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിർത്തിയിൽ പോയത് കാര്യങ്ങളൊക്കെ കുറച്ച് എഴുതിയത് കൊണ്ട്. അപ്പം ഞാൻ എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എഴുതാം, കാരണം നമുക്കൊരു അപ്പം പറഞ്ഞ് എത്ര എണ്ണം വരെ, ഞാൻ പറഞ്ഞൊരു 7 എണ്ണമൊക്കെ ആർട്ടിക്കിൾ എഴുതി നോക്കാം. അദ്ദേഹം പറഞ്ഞൊരു 7 എണ്ണം എഴുതി നമുക്ക് നോക്കാം, ഒരു 3 എണ്ണം എഴുതി അയച്ചതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അയച്ചു കൊടുത്തു. 7 എണ്ണം എഴുതി. അത് കഴിഞ്ഞ് ഇനി തുടരാൻ പറ്റുമോ, അങ്ങനെ തുടർന്നാണ് ഈ അത് എഴുത്തിന് നല്ല ഒരു പ്രതികരണമാണ് വായനക്കാരുടെ അടുത്തു നിന്ന് കിട്ടിയത്. അപ്പം എനിക്ക് ഓർക്കുന്നുണ്ട് ആദ്യത്തെ 2-3 ആർട്ടിക്കിളൊക്കെ വന്ന ദിവസങ്ങളിൽ ഒരു മെയിൽ ബോക്സൊക്കെ നിറയുമായിരുന്നു. ഇങ്ങനെ ആൾക്കാരെല്ലാം ഇങ്ങനെ നല്ല റെസ്പോൺസാണ് തന്നിരുന്നത്. എഴുത്ത് ഇത്രയും സ്നേഹം കൊണ്ടുവരുമെന്ന് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാവുക ചെയ്യുന്നത്. അതുപോലെ വരുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ കൂടെ ചേർന്ന് നിങ്ങളിങ്ങനെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയി അവിടെ ഷേലാപ്പാസ് പറഞ്ഞു, അവിടെ എന്തുകൊണ്ട് നിങ്ങൾ ഹർഭജൻ സിംഗിനെ കുറിച്ച് എഴുതിയില്ല, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്ന് അടുത്ത ആഴ്ചയിൽ എഴുതണം കേട്ടോ. അങ്ങനെ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. അത് ഇത്രയൊക്കെയാണ് എഴുത്തിൻ്റെ പറയാനുള്ളത്. താങ്ക് യു സർ. 3 എഴുത്തുകാരികളും എഴുത്ത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകളാണ് അവതരിപ്പിച്ചത്. നമുക്കറിയാം, ഒരു സാഹിത്യരചനയെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്രതിഫലിക്കുന്നത്. ഒന്ന് ഭാഷയും, മറ്റൊന്ന് സാംസ്കാരികമായ ജീവിതവും. ഓരോ എഴുത്തുകാരുടെയും ദേശവും ദേശത്തിൻ്റെ ഭാഷയും ദേശാനുഭവങ്ങളും പല നിലകളിൽ അവരുടെ എഴുത്തുകളിൽ കാണാം. മലയാള നോവലിൻ്റെയും കഥയുടെയും ചരിത്രം പരിശോധിച്ചാൽ അത് നമുക്ക് വ്യക്തമാണ്. ആ രീതിയിൽ കെ രേഖ എന്ന എഴുത്തുകാരി ഇരിങ്ങാലക്കുട സ്വദേശിനിയാണ്. കോട്ടയത്ത് ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ മാവേലിക്കര ജോലി ചെയ്യുന്നു, കോട്ടയത്ത് താമസിക്കുന്നു. അങ്ങനെ ദേശം എങ്ങനെയാണ് എഴുത്തിൽ പ്രവർത്തിക്കുന്നത്, ഈ ഒരു ചോദ്യമാണ് 3 പേരോടും കോമണായിട്ട് ചോദിക്കാനുള്ളത്. അപ്പോൾ ദേശത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ് 3 പേരും ഇനിയും നമ്മോട് പങ്കുവയ്ക്കുന്നത്. ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം സ്വദേശിനിയാണ്. എന്നാൽ കണ്ണൂർ ഭാഗത്ത് കൂടുതൽ കാലം ജോലി ചെയ്ത് അങ്ങനെ ജീവിച്ചു വരുന്ന, കേരളത്തിൻ്റെ വടക്കൻ മേഖലകളിൽ ജീവിക്കുന്ന ആളാണ്. അവിടെയും ദേശവും ഭാഷയും എഴുത്തും വല്ലാത്ത രീതിയിൽ അനുഭവപ്പെടുന്നുണ്ടോ, എങ്ങനെയാണ് എന്നുള്ള ഒരു ചോദ്യവും. സോണിയ ചെറിയാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കോട്ടയത്ത് നിന്നും ഇന്ത്യ മുഴുവൻ പല നിലകളിൽ ഇപ്പം തന്നെ ഇന്ത്യയുടെ വലിയൊരു അനുഭവം നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചു. അതിനപ്പുറത്തേക്ക് ദേശാനുഭവം എന്ന അർത്ഥത്തിൽ ആ അനുഭവങ്ങൾ എങ്ങനെയാണ് എഴുത്തിനെ നിർവചിക്കുന്നത്, എഴുത്തിലേക്ക് കടന്നു വരുന്നത്, ഈ ഒരു ചോദ്യമാണ് കോമണായിട്ട് ചോദിക്കാനുള്ളത്. 3 പേരും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സെഷനിലേക്ക് കിടക്കാം. എഴുത്തുകാരൻ്റെ ദേശം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയത്, നിങ്ങൾ പത്രത്തിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അതിന് എന്തെങ്കിലും സ്റ്റോറിക്ക് വേണ്ടിയിട്ട് കേരളം മൊത്തം യാത്ര ചെയ്യുന്നതായിരിക്കാം. പക്ഷെ നമ്മളിപ്പോൾ കണ്ണൂർ ചെല്ലുമ്പോൾ ആ പത്രത്തിൻ്റെ അവിടുത്തെ ഒരു പ്രതിനിധി നമ്മളെ കാത്തു നിൽക്കും. രാഷ്ട്രീയക്കാർക്കും ഇതുപോലെ സംവിധാനമുണ്ട്. ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിനിധി നമ്മൾ എവിടെ ചെന്നാലും നമുക്കതൊരു പാസ്പോർട്ടാണ്. പക്ഷേ എഴുത്തുകാരന് ഇങ്ങനൊരു സംഗതി, എഴുത്തുകാരനോ എഴുത്തുകാരിക്കോ ഇങ്ങനൊരു സൗകര്യം ഉണ്ടോ എന്നൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ കുട്ടികളുടെ കൂടെ സ്റ്റഡി ടൂറിന് വേണ്ടിയിട്ട് മൈസൂർ ചെന്നപ്പം വെറുതെ ഒരു കുസൃതിക്ക് ഞാൻ അവിടുത്തെ പാലസിൻ്റെ അവിടെ നിന്നിട്ട് അപ്പം തന്നെ നമ്മൾ സ്റ്റാറ്റസ് ഇട്ടു, മൊബൈലിൽ നമ്മൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു വായനക്കാരി അവിടെ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ അവിടെ വന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നി.
രാഷ്ട്രീയക്കാർക്കും പത്രക്കാർക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു നെറ്റ്വർക്കിൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യം. ഒരു എഴുത്തുകാരിക്കും ഒരു സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ എഴുതുന്നതിൻ്റെ പേരിൽ നമ്മളെ തിരിച്ചറിഞ്ഞ് ആളുകൾ സ്നേഹിച്ച് നമ്മളെ കാണാൻ വരുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷത്തെ പോലെ, അതുപോലെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന, ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞല്ലോ, ജസ്റ്റ് ചേച്ചി പറഞ്ഞു നമ്മുടെ ചന്ദ്രപതി ടീച്ചർ എഴുത്ത് നിർത്താനിടയായ സാഹചര്യം, കഥയിൽ നിന്ന് കഥാപാത്രവും കഥയും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ അത് പലപ്പോഴും രാജലക്ഷ്മി അതിൻ്റെ പേരിൽ, രാജലക്ഷ്മിയുടെ എന്ന് പറയുന്ന എഴുത്തുകാരി അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കഥാകാരി പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിൻ്റെയൊക്കെ ചില അസ്വാരസ്യങ്ങളൊക്കെ ആ കഥയിൽ വരുമ്പോൾ പലപ്പോഴും അത് അവരുടെ ജീവിതമാണ് എന്ന് പറഞ്ഞിട്ട് എഴുത്തുകാരികൾ പലപ്പോഴും എടുത്തു നിർത്തുന്നതിൻ്റെ ഒരു ഘട്ടം അങ്ങനെ വരും. അത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ വരും. പക്ഷേ ഇതിനെയൊക്കെ ആനന്ദിപ്പിക്കുന്ന എഴുത്തുകാർക്ക് ദേശത്തിനുപരിയായിട്ട്, ഈ പറഞ്ഞതുപോലെ ദേശത്തിനുപരിയായിട്ടുള്ള ഒരു സംഗതി എഴുത്തുകാരിക്കോ ഉണ്ട് എന്നുള്ളത് അവരുടെ ഇപ്പോൾ നമ്മൾ എഴുതുന്ന, ചിലപ്പോൾ നമ്മളെ കാണുമ്പോഴൊക്കെ ചില കഥകളിൽ അല്ലെങ്കിൽ നമ്മുടെ ആ കഥാപാത്രമായിട്ട് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ കഥാപാത്രത്തോട് സംവദിക്കുന്ന പോലെ നമ്മളോട് സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതെപ്പോഴും ഒരു വലിയ ആനന്ദമാണ്. അപ്പോൾ എഴുത്തുകാരനൊരു ദേശം ഉണ്ടോയെന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൽ ഒരു സാർവലൗകികമായിട്ടുള്ള അല്ലെങ്കിൽ ദേശത്തിന് അതീതമായിട്ടുള്ളൊരു ജീവിതം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആനന്ദം. പക്ഷേ ഞാനൊരു റൈറ്ററായതിൽ തീർച്ചയായിട്ടും ആ ദേശത്തിനൊരു പ്രസക്തിയുണ്ട്. ഞങ്ങളുടെ ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഉണ്ണായി വാര്യർ മുതലുള്ള നളചരിതം ആട്ടക്കഥാകാരൻ്റെ മണ്ണാണത്. അവിടെ അങ്ങനെ അതിന് ഒരു ബഹുമതിയുണ്ട്. നിങ്ങളൊരു റൈറ്റർ ആവുന്നതിൽ, ഇപ്പം നമ്മൾ പറയില്ലേ, തമിഴിൽ തിരുക്കുറൾ 2 വരി അറിയുന്ന ഒരാൾ തമിഴിൽ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ആ പെൺകുട്ടിക്ക് തിരുക്കുറളിലെ 2 വരി അറിയാമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് അറിയാമെന്ന് പറയുന്നത് അവിടെ വലിയ അഭിമാനമാണ്. നമ്മുടെ മലയാളികളുടെ ഭാഷാസ്നേഹത്തിൻ്റെ കുറവിനെ കുറിച്ച് പറയുമ്പോൾ പറയും. അതേസമയം കൽക്കട്ടയിൽ ചെല്ലുമ്പോൾ രവീന്ദ്ര സംഗീതം അറിയാവുന്നത് ഒരു ബഹുമതിയാണ്. പക്ഷെ മലയാളിക്ക് അത്തരം ബോധങ്ങളില്ല എന്ന് നമ്മൾ വളരെ സങ്കടപ്പെട്ട് പറയും. പക്ഷെ എങ്കിൽ പോലും ഈ പറഞ്ഞ ഒരു സംസ്കാരത്തിൻ്റെ ഇങ്ങനെ അക്ഷരങ്ങളെ ബഹുമാനിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ തൃശ്ശൂർ നഗരത്തെ പറ്റി പറയുമ്പോൾ പറയും, നിങ്ങൾ കാണുന്ന 5 പേരിൽ ഒരാൾ കവിയോ കഥാകൃത്തോ ആയിരിക്കും. നിങ്ങൾ അയാളോട് ചോദിക്കാം പുതിയ കഥ എന്താണ്. അപ്പോൾ അങ്ങനെ എഴുത്തിനോടും അക്ഷരങ്ങളോടും ബഹുമാനം സൂക്ഷിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല എഴുത്തുകാരിയാവണം, എഴുതണം എന്നുള്ള വലിയ ആഗ്രഹങ്ങൾ നമ്മുടെ കൂടെ സഞ്ചരിക്കും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ നന്നായി എഴുതിയൊരു ഘട്ടം എന്ന് പറയുന്നത് കോട്ടയത്താണെങ്കിൽ കോട്ടയം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഏതോ സിനിമയിൽ പൃഥ്വിരാജ് പറയുന്നുണ്ടല്ലോ, പാലായിൽ എന്തും വിളയും എന്ന് പറയുന്നു. അതുപോലെയാണ് കോട്ടയത്തിൻ്റെ അവസ്ഥ. കോട്ടയത്ത് എന്താ വെച്ചാൽ, കോട്ടയത്ത് എസ് ഹരീഷ് എവിടെയോ പറഞ്ഞല്ലോ, എസ് ഹരീഷ് വന്നു എന്ന് പറയും, എസ് ഹരീഷ് എവിടെയോ പറഞ്ഞു എന്നുണ്ടോ, കോട്ടയത്ത് നിങ്ങൾ എഴുതുന്നു എന്ന് പറഞ്ഞാൽ ചോദിക്കും എന്നാ കിട്ടും എന്ന് ചോദിക്കും. എഴുതിയിട്ട് എന്നാ കിട്ടും, അതാണ് കോട്ടയംകാരൻ്റെ മൈൻഡ് സെറ്റ്. പക്ഷേ ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു എതിർവശമുണ്ട്. എന്തും ചെയ്യാനുള്ള നമുക്ക് ധൈര്യം തരുന്ന ഒരു മണ്ണാണ്. എനിക്ക് ഇരിങ്ങാലക്കുട എന്നെ അധൈര്യപ്പെടുത്തിയിട്ടേ ഉള്ളൂ. എനിക്ക് എഴുതാൻ ഈ പറഞ്ഞതുപോലെ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ എഴുതിയിരുന്നെങ്കിലും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് സമ്മാനം കിട്ടി. 94 ആദ്യ കഥ മാതൃഭൂമിയിൽ മുതിർന്നവരുടെ കൂട്ടത്തിൽ വന്നപ്പോൾ ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നിയെങ്കിലും പിന്നീട് ഈ പറഞ്ഞതുപോലെ പത്രപ്രവർത്തനത്തിലേക്ക് വന്ന് നമ്മൾ അതിൽ നിന്ന് വിട്ടുപോകുമ്പോൾ വീണ്ടും കഥയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത്, ഒന്ന് നമുക്ക് ജോലിക്കപ്പുറത്തേക്ക് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭയങ്കരമായ സങ്കടവും ആരോടൊന്നില്ലാത്ത പ്രതിഷേധമൊക്കെ ഉണ്ട്. അത് തീർക്കാൻ ഏറ്റവും നല്ലൊരു ഉപാധിയാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഒടുവിലെഴുതിയ മനുഷ്യാലയ ചന്ദ്രിക എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഞാൻ പറയുന്നുണ്ട്, മാതൃഭൂമി ഞാൻ എഴുതി തുടങ്ങിയിട്ട് ഇപ്പോൾ 30 കൊല്ലമായി. മാതൃഭൂമി ഒരുപക്ഷെ സമ്മാനം കിട്ടി എന്നെ ഒരു കഥാകാരിയായി അംഗീകരിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കഥാകാരി ഈ പറഞ്ഞതുപോലെ എൻ്റെ കഥകൾ വരില്ലായിരിക്കും. പക്ഷേ എങ്കിലും കഥ പറഞ്ഞാൽ മാത്രം സന്തോഷമുള്ള, അതേ കഥയെക്കുറിച്ച് സങ്കല്പിച്ചാൽ മാത്രം ആനന്ദമുള്ള ഒരാളായിട്ട് ആണ് ഞാൻ. അങ്ങനെ മാത്രം ആനന്ദമുള്ള ഒരാളാണ്. ഇപ്പം നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ നമ്മുടെ മനസ്സറിയാതെ നിങ്ങളെ ഓരോരുത്തരെയും സ്കാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചിരി, നിങ്ങളുടെ നോട്ടം, നിങ്ങൾ ചലിക്കുന്നത്, നിങ്ങളുടെ മനോഭാവങ്ങൾ, നിങ്ങളെങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഓരോരോ പ്രിൻ്റുകൾ എടുക്കുന്നുണ്ട്. അത് നമ്മൾ
കഥ എന്ന് പറയുന്ന ഒരു ശീലം നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഈ കോട്ടയത്തിൻ്റെ ഒരു ജീവിതമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് എന്നെ കൂടുതൽ എഴുത്തിൻ്റെ ഒരു എഴുതാൻ ധൈര്യം തന്നത് ഈ പറഞ്ഞതുപോലെ എന്ത് വിളയുന്ന മണ്ണാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴാണ് നമ്മളുടെ വിഷയത്തിൻ്റെ ടൈറ്റിൽ പെൺബിയുടെ സഞ്ചാരങ്ങൾ എന്ന് പറയുന്നത് അന്വർത്ഥാവുന്നത്. അപ്പോൾ സാറ ജോസഫിൻ്റെ ബുധിനി എന്നുള്ള നോവലിൽ ബുധിനിയോട് ഞാൻ ആ കഥയൊന്നും പറയുന്നില്ല, സന്താൾ വംശജയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ബുധിനി. അപ്പോൾ അവരോട് രാജ്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ അത്ഭുതപ്പെടുന്നുണ്ട്. രാജ്യമോ, അതെന്താണ് എന്നവർ ചോദിക്കുന്നുണ്ട്. അതേപോലെ ബിനോയ് തോമസ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ ഒരു കഥയിൽ ആറളം ഫാമിലെ ഈ ആദിവാസികൾക്ക് എത്രയോ സെൻറ്റ് സ്ഥലം കൊടുക്കുമെന്ന് പറയുമ്പോൾ ആ മഞ്ഞമുത്തി എന്ന് പറയുന്ന ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീ ചോദിക്കുന്നത് എന്തിനാണ് തരുന്നത്, ഇതല്ല വാചകം, പക്ഷേ ഈ അർത്ഥത്തിലാണ്, ഇത് മുഴുവൻ നമ്മുടെ അല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാര്യം വളരെ വ്യക്തിപരമായിട്ട് എൻ്റെ കാര്യം പറഞ്ഞാൽ ഇതുപോലെയാണ്, ഏത് രാജ്യം എന്ന് ഞാൻ ചോദിക്കേണ്ടി വരും. അതുപോലെ ഇത് മുഴുവനും എൻ്റെ അല്ലേ എന്നും ചോദിക്കേണ്ടി വരും. പല സ്ഥലത്തായിട്ടാണ് ജീവിച്ചത്. അപ്പോൾ കേരളത്തിന് പുറത്തല്ല, കേരളത്തിനുള്ളിൽ ഇപ്പോൾ പാലായിൽ ജനിച്ചു. കുറച്ച് കാലം ഒരു 5-6 വയസ്സ് വരെ അവിടെ ജീവിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം ഇടുക്കിയിൽ ജീവിച്ചു, പിന്നെ പാലക്കാട്. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് തൊഴിലുമൊക്കെ ആയിട്ട് ജീവിച്ചത് തലശ്ശേരിയാണ്. പക്ഷേ എൻ്റെ കഥകളിലും നോവലിലും ഒന്നും ഒട്ടും വരാത്ത ഒരു പ്രദേശം തലശ്ശേരി ആയിരിക്കും തോന്നുന്നു. സ്ഥലം ഭൂമിശാസ്ത്രം ചിലപ്പം ഉപയോഗിച്ചിട്ടുണ്ടാവും. മുദ്രിതയിലൊക്കെ ആ കോളേജിന് പുറത്ത് കാണുന്ന ആ കെട്ടിടങ്ങളും ആ സ്ഥലമൊക്കെ ഞാൻ എന്നും കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ ആ ഭാഷ എനിക്ക് ഒരിക്കലും വഴങ്ങാത്ത ഒന്നാണ്. അതേസമയം കഥ എഴുതുമ്പോൾ ഞാൻ വളരെ ചെറുപ്പത്തിൽ വിട്ട് വന്നതാണ്. ഞാനൊരു എൻ്റെ നാടെന്ന് നമ്മൾ പറയുന്ന സോക്കോൾ നാട്, ജനിച്ച സ്ഥലം. അപ്പോൾ അവിടുത്തെ ഭാഷ, അവിടുത്തെ കൾച്ചർ, അതൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്കത് ഇല്ല എന്നാണ്. എൻ്റെ ഭാഷ വേറെയാണ്. ഞാനിങ്ങനെ പല സ്ഥലത്ത് ജീവിച്ചതുകൊണ്ട് ഭാഷ വേറെയാണ്. ഞാൻ പിന്നെ ഭയങ്കരമായൊരു ക്രിസ്ത്യൻ ജീവിതം ജീവിക്കുന്ന ആളല്ല. അപ്പോൾ കല്യാണം കഴിച്ചതും അങ്ങനെയല്ല. അപ്പോൾ എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ജീവിതമാണ് എൻ്റേത്. അപ്പോൾ എഴുതാൻ തുടങ്ങുമ്പോൾ പക്ഷേ ആ ഒരു 5-6 വയസ്സിലൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സംഗതി നമ്മുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് ഏറ്റവും സുഖമായിട്ടും സന്തോഷമായിട്ടും എഴുതാൻ പറ്റുന്നത് ഈ ക്രിസ്ത്യൻ സ്ലാങ്ങിലുള്ള, അല്ലെങ്കിൽ ആ രാമപുരം പ്രദേശത്തുള്ള ക്രിസ്ത്യാനികളുടെ ഭാഷയാണ് എനിക്ക്. പിന്നെ അവരുടെ ചിന്തകൾ, അവരുടെ ജീവിതം, അതൊക്കെ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് എഴുതാൻ പറ്റും. അത് നമ്മളുടെ ഉള്ളിലുണ്ടായിരുന്നു. നമ്മളുടെ എന്താ അതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ജീനുകൾ എന്നൊക്കെ പറയാമോ എന്നറിയില്ല. അപ്പോൾ ആ രീതിയിൽ അത് രക്തത്തിൽ കലർന്നിട്ടുണ്ട്. അത് എഴുതാൻ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്, രസമാണ് അത് എഴുതാൻ. പിന്നെ ഞാൻ നോവലിലൊന്നും ആ ഭാഷ ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ദേശം വന്നിട്ടില്ല. അധികവും ഞാൻ പാലക്കാടാണ് പഠിച്ചത് മുഴുവനും. സ്കൂൾ കാലം മുതൽ കോളേജ് വരെ പാലക്കാടാണ് പഠിച്ചത്. പാലക്കാട് ജില്ലയിൽ പല സ്ഥലത്തായിട്ടാണ്. അപ്പോൾ ആനന്ദഭാരമൊക്കെ വായിച്ചിട്ട് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, പാലക്കാടാണല്ലേ, അല്ലെ ഒറ്റപ്പാലത്താണല്ലേ വീടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പലതരം ഭാഷകളും പലതരം സംസ്കാരവും നമുക്ക് വഴങ്ങുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പല ദേശങ്ങളിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം. ഇപ്പോൾ സോണിയയ്ക്കൊക്കെ അത് വളരെ കേരളത്തിന് പുറത്തേക്ക് കൂടി അവർ പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു എത്ര രസമായിട്ട്, അല്ലെങ്കിൽ എത്രമാത്രം കാര്യങ്ങൾ അവർക്ക് അറിയാം, എത്ര ദേശങ്ങൾ കണ്ടിട്ടുണ്ട്, അത് ഞാൻ ഇങ്ങനെ അതിശയത്തോടെ ഓർക്കും. അതൊക്കെ നമുക്ക് എഴുതാനാണെങ്കിൽ അത് അത്രയും നമ്മളെ എഴുത്തിനെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ യാത്രകൾ ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ജീവിതം ഇതുപോലെ പല സ്ഥലത്തേക്ക് പറിച്ച് നടപ്പെടുന്നു. അതൊക്കെയും നമ്മളുടെ ചിന്തകളിലും ഓർമ്മകളിലും കലരുന്നു. ഇപ്പോൾ ദേശം എഴുത്തെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എപ്പോഴും എഴുത്തുകാരൻ്റെ ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് പല ചർച്ചകളും കണ്ടിട്ടുണ്ട്. എഴുത്തുകാരിയുടെ ദേശത്തെക്കുറിച്ച് വലിയ ചർച്ചകളൊന്നും കാണാറില്ല. അപ്പോൾ എഴുത്തുകാരിക്ക് ഒരു എന്താ പറയുക, ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു അമ്മാത്ത എത്തിയില്ല എന്നുള്ള മാതിരിയുള്ളൊരു സംഗതിയാണ്. അല്ലെങ്കിൽ തിരിച്ച് അമ്മാത്തൊന്ന് പുറപ്പെട്ടു ഇല്ലത്തെത്തിയില്ല. അപ്പോൾ ഒരു തൃശങ്കുവിൽ നിൽക്കുകയാണ് പലപ്പോഴും സ്ത്രീകൾ ചെയ്യുന്നത്. അവർക്ക് ജനിച്ച വീട് എന്ന് പറയുന്നത് വിട്ടുപോകാനുള്ളതാണ്. ചെന്ന് കയറുന്ന സ്ഥലം ഒരിക്കലും അവളെ സ്വന്തമായിട്ട് പൂർണ്ണമായിട്ടും സ്വന്തമാക്കില്ല. അപ്പോൾ ഒരു ദേശം വിട്ട് വേറൊരു ദേശത്ത് ചെല്ലുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നു രേഖയൊക്കെ അവിടെ നിങ്ങൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മാത്രമായിട്ട് ജീവിച്ചതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് നിങ്ങൾ കല്യാണം കഴിച്ച് ചെന്ന തിരുവനന്തപുരം ആ നാട് എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ നമ്മളുടെ ദേശം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടതെന്നും കൂടി എനിക്ക് തോന്നുന്നുണ്ട്. എഴുത്തുകാരി പ്രത്യേകിച്ചും എഴുത്തുകാർക്ക് അത്ര പ്രയാസമില്ല. ഈ സ്വത്ത് പ്രതിസന്ധി അവരെ സംബന്ധിച്ച് ഇത്രയും ആഴമുള്ളതായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സ്ത്രീകൾ അവരുടെ സ്വന്തം ദേശം ഉണ്ടാക്കേണ്ടതുണ്ട്.
അതാണ് അവൾ എഴുത്തിലൂടെ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. സാറ ജോസഫിനെ തന്നെ കോട്ട് ചെയ്ത് ഞാൻ നിർത്താം. ടീച്ചർ പറയുന്നുണ്ട്, യഥാർത്ഥ ലോകത്തിൽ എനിക്ക് കിട്ടാത്ത അധികാരം ഞാൻ അനുഭവിക്കുന്നത് എഴുത്തിൻ്റെ ലോകത്തിലാണ്. അവിടെ ഞാനാണ് തീരുമാനിക്കുന്നത്. അവിടുത്തെ കഥാപാത്രങ്ങൾ എന്ത് സംസാരിക്കണം, എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അപ്പോൾ അങ്ങനെ ഒരു അധികാരം കൂടിയാണ്, ഒരു ദേശ സൃഷ്ടി കൂടിയാണ് ഓരോ എഴുത്തും നിർവഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഹലോ. ദേശം, ജിസ പറഞ്ഞതുപോലെ തന്നെ ജിസയ്ക്ക് ഒരുപാട് ദേശങ്ങളുടെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ എനിക്കും ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ദേശം റൈറ്ററെ ഫോം ചെയ്യുന്നു. ഇരിങ്ങാലക്കുടയുടെ കാര്യം രേഖ പറഞ്ഞ പോലെ ഞാനും അത് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വടക്കേ മലബാറിലെ ഒരു കുടിയേറ്റ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ. എനിക്ക് തോന്നുന്നു വടക്കേ മലബാറുകാർ ആരും ഉണ്ടോ? ഇപ്പം അമലിനെ ഞാൻ പരിചയപ്പെട്ടു അല്ലേ, പുസ്തകം ഒരു കവിതയൊക്കെ എഴുതി കവിതയെ കാണിക്കാൻ കൊണ്ടുവന്നിരുന്നു. ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടേത് എനിക്കും ആ ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്. കോട്ടയത്തു നിന്ന്, അതായത് ഗ്രാൻഡ് പാരൻസിൻ്റെ കാലത്ത് പോയ ആൾക്കാരാണ്, ആ കുടിയേറ്റക്കാരാണ്. അപ്പം അവർ പറഞ്ഞ കഥകൾ, കോട്ടയത്തിൻ്റെ കഥകൾ, കോട്ടയത്തിൻ്റെ ഭാഷ കിട്ടിയിട്ടുണ്ട്. അതേസമയം എനിക്ക് ഞങ്ങളുടെ നാട്ടിലെ ഭാഷയും നന്നായിട്ട് പറയാൻ പറ്റും. അപ്പം ആ രണ്ട് ഭാഷയുടെ ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഡയസ്പോറയുടെ സങ്കടങ്ങൾ നമുക്ക് ഇപ്പം എഴുതിയ സ്നോ ലോട്ടസ് എന്ന് പറഞ്ഞ നോവൽ തന്നെ ഒരു ഡയസ്പോറയുടെ കാര്യമാണ് പറയുന്നത്. ആ സങ്കടങ്ങൾ കുറേയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു ആ കുടിയേറിയ മനുഷ്യരുടെ, അവിടെ കുടിയേറ്റത്തിന് അവിടുന്ന് വന്നപ്പം അവർക്ക് എന്ത് പറഞ്ഞാലും അവർ താരതമ്യേന മെച്ചപ്പെട്ട പരിസ്ഥിതിയിൽ നിന്നാണ് വന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ ഏറ്റുമുട്ടേണ്ടി വന്ന മലമ്പാമ്പ്, മലമ്പനി, അങ്ങനെ മലങ്കാട്, ഭയങ്കര കൊടുങ്കാട്, ഇത് തൊട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും. കാര്യം ഞങ്ങൾ തേർഡ് ജനറേഷനാണ്, ഞങ്ങളിതൊന്നും ഫേസ് ചെയ്തിട്ടില്ലെങ്കിലും അവർ പറഞ്ഞ ആ കഥകളെല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ഈ ദേശമില്ലാതെ പോയ മനുഷ്യരെ നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. അതായത് അങ്ങനെയുള്ള മനുഷ്യരുടെ സങ്കടങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ട്. ദേശം വലിയ പ്രാധാന്യം കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞങ്ങളുടേത് ഒരു കുടിയേറ്റ ഗ്രാമം. അവിടെയുള്ള മനുഷ്യർ അവിടുന്ന് ഒരുപാട് പല ജാതിയിലും മതത്തിലും പെട്ട ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാം കേരളത്തിലെ ഒരു വില്ലേജിനെ പറ്റി പറയുമ്പോൾ എല്ലാം അതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ എല്ലാ ആഘോഷങ്ങളും നമ്മുടേതായിരുന്നു. അപ്പോൾ ഈ തെയ്യം കാണാൻ പോയിട്ട് അപ്പച്ചൻ്റെ കഴുത്തേലിരുന്ന് തെയ്യം കാണാൻ പോയ ഓർമ്മയൊക്കെ ചെറുപ്പത്തിലുണ്ട്. അപ്പം നമ്മൾ സ്നോ ലോട്ടസ് എന്ന് പറഞ്ഞ നോവൽ, എനിക്കറിയില്ല എത്ര പേര് വായിച്ചിട്ടുണ്ടാവുമെന്ന്, പക്ഷേ നോവലിൽ ഒരു തെയ്യത്തിൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. അപ്പം അച്ഛൻ്റെ തലയിലിങ്ങനെ കഴുത്തെ കാലിട്ട് തലയിൽ ഇങ്ങനെ മുടിയെ പിടിച്ചിരിക്കുന്നത്, അത് ശരിക്കും അതുപോലെ എൻ്റെ ജീവിതത്തിലുണ്ടായതാണ്. അത് ഗോപ എന്ന് പറയുന്ന ഗോപയുടെ കഥയാണ്, നായിക ഗോപയാണ് സ്നോ ലോട്ടസിൽ. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ചെറുതായിരുന്നു. അപ്പോൾ ഒരു 4 വയസ്സിൽ ഞങ്ങളുടെ നാട്ടിൽ തെയ്യത്തിൻ്റെ തെയ്യം നടക്കുന്നത് കാണാൻ വേണ്ടി, ഗുളികൻ ഇറങ്ങുന്നത് കാണാൻ നമ്മളെല്ലാം രാത്രി തന്നെ പോകും. കാരണം രാത്രിയിൽ ഇങ്ങനെ എത്ര പേരുണ്ടാകും കണ്ണൂരിൽ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തെയ്യമൊക്കെ കണ്ടവരുണ്ടോ? തെയ്യം കാണാത്തവരാണോ അധികം? ശരി, കുറച്ച് പേരുണ്ട്. പക്ഷെ തെയ്യം കാണാത്തവരായിരിക്കും. ഗുളികൻ തെയ്യം ഉണ്ട്. ഗുളികൻ തെയ്യം എന്ന് പറഞ്ഞാൽ തലയിൽ വലിയ പൊക്കത്തിൽ കുരുത്തോലയുടെ കിരീടം കിട്ടും. അപ്പം ഒരുപാട് ഇപ്പം ജിസിയൊക്കെ കണ്ട് ഒരുപാട് പരിചയം ഉണ്ടാകും. പക്ഷേ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ, അപ്പം ഈ കിരീടം വെക്കുന്നതിന് മുമ്പ് കനലിലൂടെ ഓടും തെയ്യം. അപ്പം കനലിലൂടെ തെയ്യം ഓടുമ്പോൾ ഞാൻ എൻ്റെ അപ്പയുടെ തോളയിൽ ഇങ്ങനെ കാലിട്ട് ഈ മുടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അപ്പം തെയ്യം കനലിൽ കൂടെ ഓടാൻ തുടങ്ങി. അപ്പം ഞാൻ ഒച്ചത്തിൽ കരയാൻ തുടങ്ങി. അയ്യോ തെയ്യേട്ടന് കാല് കൊള്ളുവേ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. ഈ കരച്ചിൽ കാരണം പുള്ളിയുടെ ഓട്ടം കോൺസെൻട്രേഷൻ ഒന്നും ശരിയാകാഞ്ഞിട്ടാണോ അറിയില്ല, തെയ്യം ഓട്ടം നിർത്തി എൻ്റെ അടുത്ത് വന്ന് അനക്ക് കാല് കൊള്ളൂല മോളെ എന്ന് എന്നോട് പറഞ്ഞ ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ ഇതിനെഴുതി തുടങ്ങിയപ്പം ജിസ പറഞ്ഞതുപോലെ എവിടുന്നോ എനിക്ക് ആ ഓർമ്മ വന്നു. എന്നിട്ട് ഞാൻ ഫോൺ ചെയ്ത് അപ്പനോട് ചോദിച്ചു, ഞാനിങ്ങനെ എങ്ങാനും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്, തെയ്യം ഓട്ടം നിർത്തിയതാണ്. അപ്പം ആ ഓർമ്മ അതേപടി നമ്മൾ എഴുതി തുടങ്ങുമ്പം നമ്മൾ എവിടുന്നെങ്കിലുമൊക്കെ ആ പഴയ കുട്ടി ഓർമ്മകൾ നമ്മളെ ഫോം ചെയ്ത ആ കാലത്തിൻ്റെ ആ ചുറ്റുപാടിൻ്റെ ഓർമ്മ വരും എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അത് പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ ഒരുപാട് ചെയ്ത യാത്രകൾ. ശരിക്കും പറഞ്ഞാൽ എഴുത്തുകാരൻ ജിസിയൊക്കെ പറഞ്ഞതുപോലെ ഒരു കാര്യം ഫോം ചെയ്യുന്നത് നമ്മുടെ നാട്ടുംപുറവും നമ്മൾ വളർന്ന ചുറ്റുപാടുകളും അത് ആണെങ്കിലും എഴുത്തുകാരൻ ശരിക്കും എല്ലാ നാട്ടിൻ്റെയും പരിധി വിട്ട് അങ്ങ് പോവുകയാണ്. അത് ശരിക്കും ആദ്യം പറഞ്ഞത്
ടാഗോറൊക്കെയാണ് എഴുത്തുകാരൻ വിശ്വപൗരനാന്നുള്ളത്. വിശ്വമേഘനീഢം എന്നൊക്കെ പറഞ്ഞത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പം ആ ഒരു ഗ്രീൻ കാർഡ് ഹോൾഡർ പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാ ദേശങ്ങളുടെയും പരിധി വിട്ടു പോകുക. അത് ഞാൻ ഇത്തവണ ശരിക്കും കണ്ടത് ബാംഗ്ലൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് പോയപ്പം ഞാനിങ്ങനെ അടുത്തിരുന്ന് ഇങ്ങനെ കാണുവാണ്. ഞാൻ ഷീലയും ഒക്കെ കാണാൻ സന്ധ്യാമേരിയൊക്കെ കാണാൻ വേണ്ടിയാണ് പോയത്. അവരുടെ നോവൽ ട്രാൻസ്ലേഷൻ വന്നത് നമ്മൾ ഒരു കാലത്ത് ബംഗാളി നോവൽ വായിച്ചുകൊണ്ടിരുന്നത് പോലെ ഇങ്ങനെ ഈ ചെറുപ്പക്കാർ കുട്ടികൾ ബാംഗ്ലൂരിലൊക്കെ ഇങ്ങനെ ക്യൂ നിന്ന് നമ്മുടെ ഈ മലയാള എഴുത്തുകാരുടെ അടുത്ത് നിന്ന് അവരുടെ നോവലുകളെ ഒപ്പിട്ട് വാങ്ങിക്കുന്നു. അപ്പം അവരതിനെപ്പറ്റി സംശയങ്ങൾ ചോദിക്കുന്നു. അപ്പം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആലോചിക്കുക, ഈ ബംഗാളിലൊക്കെ പണ്ട് നമ്മൾ ആശപൂർണാദേവിയുടെ കഥയൊക്കെ വായിച്ച് പ്രഥമ പ്രശസ്തിയൊക്കെ വായിച്ച് നമ്മൾ ഈ ബംഗാളി ഗ്രാമങ്ങളൊക്കെ സങ്കല്പിച്ച പോലെ നമ്മുടെ വില്ലേജുകളിലേക്ക്, അതായത് വല്ലി എഴുതിയ വയനാട്ടിലേക്കും സന്ധ്യാമേരിയുടെ ആ കോട്ടയത്തെ ആ വീട്ടിലേക്കും ഒക്കെ ഈ നമ്മുടെ മലയാളികൾ മാത്രമല്ലാത്ത ആ ഇന്ത്യൻ യുവാക്കൾ എന്ന് വെച്ചാൽ ഫോറിനേഴ്സും ഉണ്ടാകും. ഞാൻ കണ്ടത് ചെറുപ്പക്കാരാണ്, ബാംഗ്ലൂരത്തെ മെട്രോ യുവാക്കൾ ഇങ്ങനെ വന്ന് അവരോട് സംശയങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പം മുദ്രിത ട്രാൻസ്ലേറ്റഡ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ ജിസയോട് പറഞ്ഞു, ഇനി ജിസ വരുമ്പോൾ അതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരൻ വിശ്വപൗരനായി മാറുകയാണ്. എഴുത്ത് അതിരുകളെല്ലാം മുറിച്ചുകൊണ്ട് ഒഴുകുകയാണ്. ശരിക്കും അതിർത്തികൾ മായ്ക്കുന്നത് എനിക്ക് തോന്നുന്നു എഴുത്തും സാഹിത്യവുമാണ് ഏറ്റവും പ്രധാന അതിർത്തികൾ മായ്ക്കുന്ന ഒരു പ്രവാഹം. മനുഷ്യരുടെ മനസ്സിൻ്റെ ഇടയ്ക്കുള്ള ഈ വേലികളും അതിരുകളും എല്ലാം മായ്ച്ച് എഴുത്തൊഴുകുകയാണ്. കാലം എല്ലാ ദേശങ്ങളിലേക്കും ഉള്ള മനുഷ്യർ എത്തുകയാണ്. നമ്മുടെ ഈ ഒരു സെഷൻ്റെ അവസാന ഒരു പൊതുചോദ്യത്തിലേക്ക് എത്തുകയാണ്. എഴുത്തുകാരികളുടെ എഴുത്തിനെക്കുറിച്ചുള്ള നിർവചനവും ദേശവും ഭാഷയെക്കുറിച്ചുള്ള ആശയങ്ങളും ഒക്കെ ഇവിടെ പങ്കുവെച്ചു കഴിഞ്ഞു. അതിന് മുമ്പായിട്ട് എനിക്ക് തോന്നുന്നു ഈ സമീപകാലത്ത് ഞാൻ വായിച്ചതിൽ ഏറ്റവും ഉള്ളിൽ പൊള്ളിച്ച ഒരു കൃതിയിലെ, ഒരു രചനയിലെ, എഴുത്തിലെ ഭാഗങ്ങളൊന്ന് വായിക്കാം. മറ്റാരുടെയുമല്ല, അത് ഞാനായിരുന്നു എന്ന അഷിതയുടെ കുറിപ്പിൽ നിന്നുമുള്ള ഒരു ഭാഗമാണ്. എഴുതിയാൽ ഭ്രാന്ത് വരുമെന്ന് പറഞ്ഞ് മുറിയിൽ പൂട്ടിയിട്ടു. ഞാൻ ആ മുറിയിൽ നഖം കൊണ്ട് കവിത കോറിയിട്ടു. 20-21 വയസ്സ്. അമ്മ ഓടി വന്നപ്പോൾ ഞാൻ കുരുക്ക് കഴുത്തിലിട്ട് നിൽക്കുകയാണ്. സാധാരണ ഒരമ്മ അത് കണ്ടാൽ പേടിക്കേണ്ടതാണ്. പക്ഷേ എൻ്റെ അമ്മ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ചാടിയിട്ട് ആ കുരുക്കൊന്ന് മുറുകാൻ. എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുകയോ ഉമ്മറത്തിരിക്കുന്ന അച്ഛനെ വിളിക്കുകയോ ചെയ്തില്ല. എനിക്കപ്പോൾ മനസ്സിൽ പെട്ടെന്ന് കത്തി. അതിൽ പിന്നെ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ല. അഷിത സ്വന്തം ജീവിത അനുഭവങ്ങളെ മുൻനിർത്തിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. ഈ 3 എഴുത്തുകാരികളോടും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഒരു പക്ഷേ എഴുത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ സരസ്വതി അമ്മയായാലും ലളിതാംബിക അന്തർജനമായാലും മാധവിക്കുട്ടി ആയാലും സാറാ ജോസഫ് ആയാലും ഇനിയും വെർജീനിയ വൂൾഫിനെ പോലുള്ള എഴുത്തുകാരികളായാലും അത് എഴുത്തിൽ മാത്രമല്ല സമൂഹത്തിലും അടക്കം സ്ത്രീയുടെ അപരമായിട്ടൊരു പക്ഷെ നിൽക്കാൻ സാധ്യതയുള്ള, അവൾ കടന്നു പോകേണ്ട ഒരു വലിയ കേന്ദ്രമായിട്ട് കുടുംബം നിൽക്കുന്നുണ്ട്. ഇപ്പം എഴുത്തുകാരി എന്ന നിലയിൽ ഈ കുടുംബം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ, അല്ലെങ്കിൽ സാമൂഹികമായ ഒരു ജീവി എന്ന നിലയിൽ ഈ ഇടത്തെ എങ്ങനെയാണ് രാഷ്ട്രീയപരമായി നോക്കിക്കാണുന്നത് എന്ന ഒരു ചോദ്യത്തിൻ്റെ മറുപടിയോടുകൂടി നമ്മുടെ ഈ ഒരു പൊതു സെഷൻ അവസാനിക്കുകയും പിന്നീട് കുട്ടികൾക്ക് എഴുത്തുകാരികളുമായി സംവദിക്കാനുള്ള ഒരു സന്ദർഭവുമാണ്. രേഖയിൽ നിന്നും തുടങ്ങാം. എഴുത്തുകാരി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു അതിബുദ്ധി കാണിച്ചു. പത്രപ്രവർത്തനം തൊഴിലായിട്ടെടുത്തത് കഥാകാരിയാവാൻ വേണ്ടിയിട്ടാണ്. കോളേജിൽ പഠിപ്പിക്കാൻ പോയത് കഥാകാരിയാണ്. ഇതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ തിരഞ്ഞെടുത്തത്. എൻ്റെ എഴുത്തിനെ മുറിവേൽപ്പിക്കില്ല എന്ന് നല്ല ഉറപ്പുള്ള ഒരാളെയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ അഷിതയുടെ ഈ കുറിപ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കേണ്ടതാണ്. കാരണം ആ കുറിപ്പിൽ അഷിത പറയുന്നുണ്ട്, അഷിത ചെറിയ കഥകളാണ് എഴുതിയത്. അഷിതയുടെ കഥകളും നിങ്ങൾ വായിക്കേണ്ടതാണ്. കൊച്ചു കഥകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കഥകൾ ചെറുതായത് എന്ന്
ഈ അഭിമുഖം നടത്തിയ ഷിഹാബുദ്ദീൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഷിത പറയുന്നത്, എനിക്ക് അനുവദിച്ച് കിട്ടിയ പേപ്പറുകൾ, എഴുതാൻ വേണ്ടി അനുവദിച്ച് കിട്ടിയ പേപ്പറുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. കാരണം എൻ്റെ പിതാവിന് സംശയം ഞാൻ അദ്ദേഹത്തിൻ്റെ മകളല്ല, മലയാളത്തിലെ ഫേമസ് ആയിട്ടുള്ള വേറൊരു റൈറ്ററുടെ മകളാണ് ഞാൻ എന്നാണ് അദ്ദേഹം സംശയിച്ചത്. ഈ സംശയം കൊണ്ട് അദ്ദേഹം മെട്രോ സിറ്റികളിൽ, ഡൽഹിയിലെ കൊടും തണുപ്പിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ എന്നെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചു. പിന്നെ മുംബൈയിൽ വെച്ചിട്ട് മെട്രോ ബസ്സുകളിൽ എന്നെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചു. വെറും പെറ്റിക്കോട്ട് മാത്രമിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങാൻ കൊടും തണുപ്പിലേക്ക് ഈ കുട്ടിയെ അയച്ചു. അങ്ങനെ അഷിതയുടെ ഈ കുറിപ്പ് എന്ന് പറയുന്നത് ഭീകരമായ ഒരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ അഷിത വളരെ കുറച്ച് മാത്രം കഥകൾ എഴുതിയിട്ടുള്ളതാണ്. അഷിതയുടെ, നിങ്ങൾ മലയാളത്തിലെ കഥാകാരികളെ ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് നോക്കി. മലയാളത്തിലെ കഥാകാരികളെല്ലാം കുറേ പേരെങ്കിലും ക്യാൻസർ ബാധിച്ചവരാണ്. ഇപ്പം ചന്ദ്രമതിയാകട്ടെ, അഷിതയാവട്ടെ, സിത്താരയാകട്ടെ, ഇവരെല്ലാം ക്യാൻസർ ബാധിതരാണ്. അപ്പം ഞാൻ വെറുതെ ഒരു കൗതുകത്തിനെങ്കിലും രോഗവും സാഹിത്യഭാവനയും എന്നൊക്കെ പറഞ്ഞ് രാജകൃഷ്ണൻ്റെ ഒക്കെ ഒരു പുസ്തകമുണ്ട്. ഞാനത് വിചാരിക്കും, എന്തുകൊണ്ടായിരിക്കും? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അവരുടെ ക്രിയേറ്റിവിറ്റിക്ക്, ഒരു മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് തടസ്സം വരുമ്പോൾ അത് ക്യാൻസർ സെല്ലുകളായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നതാണോ? കാരണം ഇവരൊക്കെ ഒരു ഘട്ടത്തിൽ എഴുത്ത് നിർത്താനും എഴുതാതിരിക്കാനും പ്രേരിപ്പിക്കപ്പെട്ടവരാണ്. അപ്പം അന്തർജനം എത്രയോ തലമുറ മുമ്പ് മലയാളത്തിലെ ആദ്യകാല കഥാകാരിയാണ്. അവർ സിനിമാ നോട്ടീസിൻ്റെ പുറകിലാണ് കഥകൾ എഴുതിയിരുന്നത്. ഇപ്പോൾ അത് കാലം കഴിഞ്ഞ് 2-3 തലമുറ ഇങ്ങോട്ട് വരുമ്പോൾ അഷിത എഴുതുന്നത് പരിമിതമായ വെള്ളക്കടലാസുകളിൽ ചെറിയ കുഞ്ഞു അക്ഷരങ്ങളാക്കി, അത് മാത്രമേ അവർക്ക് ലഭ്യമുള്ളൂ. അവരുടെ അച്ഛൻ നല്ല വലിയ ഉദ്യോഗസ്ഥനൊക്കെയാണ്, വലിയ നഗരങ്ങളിലൊക്കെ ജോലി ചെയ്താണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധി എല്ലാ എഴുത്തുകാരികൾക്കുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഏറ്റവും പുതിയ ജനറേഷൻ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാനായിരിക്കും ശ്രമിക്കുക. എങ്കിലും കുറേ കൂടി വളരെ ബുദ്ധിപൂർവ്വം കുറച്ചൊക്കെ കൂടി ഇതിനെ വേറൊരു തരത്തിൽ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ സന്ധ്യയുടെ ഒരു കവിത വായിക്കാം. സത്യത്തിൽ അത് എൻ്റെ മക്കളാണ് ആ കവിത വായിക്കുന്നത് എന്ന് എൻ്റെ മക്കളുടെ ഒരു അനുഭവമാണ്. നിങ്ങൾ ആ കവിത, രസമുള്ളൊരു കവിത കേൾക്കണം. ഞങ്ങളുടെ അമ്മ കവിത എഴുതിയിട്ട് ഞങ്ങൾക്കൊരു ഗുണവും ഉണ്ടായിട്ടില്ല. എല്ലാവരുടെ അമ്മയും ഉച്ചയൂണിന് ഇറച്ചിയും മീനും കൊടുത്തയച്ചപ്പോൾ ഞങ്ങളുടെ അമ്മ ചമ്മന്തിയും പയറും വെച്ചു. പിള്ളേർ മൊത്തം ഞങ്ങളെ കളിയാക്കി. എല്ലാവരുടെ അമ്മയും പരീക്ഷയുടെ തലേന്ന് കുത്തിയിരുന്ന് മക്കളെ പഠിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വെറുതെ വിട്ടു. ഞങ്ങൾ ക്ലാസ്സിൽ 1ാമതും 2ാമതും 10ാമതുമായില്ല. എല്ലാവരുടെ അമ്മയും രാത്രിയിൽ സീരിയൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ അമ്മ പുറത്തേക്ക് നോക്കി ദുഃഖിച്ചിരുന്നു. TV പരസ്യത്തിലെ സാധനങ്ങളുടെ പേരുകൾ ഞങ്ങൾക്ക് മാത്രം അറിയാണ്ടായി. എല്ലാവരുടെ അമ്മയും വിശേഷ അവസരങ്ങളിൽ മക്കൾക്ക് പുതിയ ഉടുപ്പുകൾ വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് എന്തൊക്കെയോ പുസ്തകം കൊണ്ടു തന്നു. പുതിയതിടാണ്ട് സ്കൂളിൽ പോയ ഞങ്ങൾക്ക് എപ്പോഴും നാണമായിരുന്നു. എല്ലാവരുടെ അമ്മയും അവധിക്ക് ഊട്ടിക്കും കൊടൈക്കനാലിലേക്കും കൊണ്ടുപോയപ്പോൾ ഞങ്ങളുടെ അമ്മ അടുത്തുള്ള കാട് കാണിക്കാൻ, പാടം കാണിക്കാൻ കൊണ്ടുപോയി. ഞങ്ങൾക്ക് മാത്രം നല്ല ഫോട്ടോ ഇല്ലാതായി. എല്ലാം ഞങ്ങളുടെ അമ്മ കവിത എഴുതുന്നത് കൊണ്ടാണെന്നാ എല്ലാവരും പറയണേ. ഞങ്ങളുടെ അമ്മ ചിലപ്പോൾ ഞങ്ങളോട് പറയും, ഞങ്ങൾക്കൊക്കെ ചിറകുണ്ടെന്ന്, വേണമെന്ന് വെച്ചാൽ പറക്കാനാവുമെന്ന്, വീട്ടിലിരുന്നാലും ആകാശത്തിനപ്പുറം പോകാനാവുമെന്ന്, കിളികൾ പറയുന്നത് മനസ്സിലാവുമെന്ന്, പുഴ കരയുന്നത് കാണാനാവുമെന്ന്, ഭൂമിയുടെ ഹൃദയമിടിപ്പുകൾ നിലത്തോടമർന്ന് കിടന്ന് കാതോർത്താൽ കേൾക്കാമെന്ന്, ശംഖിനകത്ത് കടലിരമ്പുമെന്ന്, നക്ഷത്രങ്ങൾ ചിരിക്കാറുണ്ടെന്ന്, കുന്നുകൾ നടക്കാറുണ്ടെന്ന്, മരങ്ങൾ തേങ്ങാറുണ്ടെന്ന്, ഭൂമിക്കടിയിൽ ആകാശമുണ്ടെന്ന്, മുകളിൽ കടലുണ്ടെന്ന്. ചിലപ്പോൾ തോന്നും അമ്മ പറയുന്നതൊക്കെ നുണയാണെങ്കിലും ശരിയാണെന്ന്. അതും ഞങ്ങളുടെ അമ്മ കവിത എഴുതുന്നത് കൊണ്ടാവുമോ? ഈ കവിത എൻ്റെ മോൻ പഠിക്കുന്ന തിരുവനന്തപുരത്തെ CETയിൽ
കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഞാൻ ഒരു ഇതുപോലൊരു ചടങ്ങിൽ വായിച്ചു. ഇത് വായിച്ച് ഞാൻ നോക്കുമ്പോൾ ആദ്യം കൈയടിക്കുന്നത് എൻ്റെ മോനാണ്. അത് കണ്ടപ്പോൾ എനിക്ക് കടുത്ത ആത്മനിന്ദ തോന്നി. സ്ത്രീകൾക്ക് ഇത് ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഹൗസ് ചുമലിലേറ്റുന്നു എന്ന് പറയുന്നത് വളരെ വളരെ കുറേ കാലത്തൊക്കെ നമ്മൾ ട്രോൾ ചെയ്തു. ആക്ച്വലി അത് നമ്മൾ ഒരുപാട് എഴുതുന്നതിൻ്റെ ഒപ്പം തന്നെ മറുവശത്ത് നമ്മളൊരു ആത്മനിന്ദയുടെ ഒരു ഭാഗം കൂടി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മകഥ ഇതാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും നമ്മുടെ മുമ്പിലിരുന്ന് അംഗീകരിക്കുമ്പോൾ പലപ്പോഴും എഴുത്ത് ജീവിതം അപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അന്തർജനം കുഞ്ഞുങ്ങളെ തൊട്ടിലാട്ടിക്കൊണ്ട് കഥകൾ എഴുതി എന്നൊക്കെ. പക്ഷെ പലപ്പോഴും എഴുതുന്ന സ്ത്രീക്ക് ഇത്തരത്തിലുള്ള പ്രായോഗികതയുടെ ഒരു വശം കൂടി പുതിയ കാലം ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് വേണ്ടി ഇപ്പം നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് മീ ടൈം വേണം എന്നൊക്കെ. പക്ഷെ നമ്മൾ ഇത്തരത്തിലുള്ള സമയം കണ്ടെത്തുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ എഴുത്തുകാരായി നിലനിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് കൂടി കോംപ്ലിമെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ നമുക്ക് താങ്ങാവുന്ന ഒരു കുടുംബം തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാധവിക്കുട്ടി ഒരിക്കൽ എഴുതിയിട്ടുണ്ട് കവിത, വീട്ടുജോലികൾക്കിടയിൽ എഴുതുന്ന കവിത. ആ ഗാർഹികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുടെ ഇടയിൽ എഴുതിയ കവിത കാണുമ്പോൾ അവർക്ക് തോന്നുന്നു എലിക്കുട്ടിയെ പ്രസവിച്ച പൂച്ച അനുഭവിക്കുന്ന ഒരു ആത്മനിന്ദ, വാക്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതുപോലെയാണ് തൻ്റെ കവിത കാണുമ്പോൾ തോന്നുന്നതെന്ന്. ശരിക്കും പൂച്ച പ്രസവിക്കേണ്ടത് പൂച്ചക്കുഞ്ഞിനെയാണ്, പക്ഷേ എലിക്കുട്ടിയാണ് പ്രസവിച്ചത്. അപ്പോൾ അത് കാണുമ്പോൾ കവിത മോശമായിപ്പോയി, വീട്ടിലെ കാര്യങ്ങളും തകരാറിലായി. അപ്പോൾ അത്തരം ഒരു അപകർഷത സ്ത്രീകൾ എപ്പോഴും ചുമന്ന് നടക്കേണ്ടി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കവിത വളരെ യാദൃശ്ചികതയാണ്. ഈ കവിത വന്ന സമയത്ത് ഞാനിത് എൻ്റെ മക്കൾക്ക് വായിക്കാൻ കൊടുത്തു. അവർ കുറച്ച് മുതിർന്നതാണ് ആ സമയത്ത്. പക്ഷേ എൻ്റെ മോൻ പെട്ടെന്ന് പറഞ്ഞ കമൻറ്റ്, ഇത് ശരിയാണല്ലോ, ഇതിൻ്റെ ആദ്യ ഭാഗം ശരിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ വളരെ സീരിയസ് ആയിട്ട് എഴുതുന്ന ആളൊന്നും അല്ല. എന്നിട്ട് പോലും അവർക്ക് തോന്നി, അമ്മ വായിക്കുകയും അമ്മ എഴുതുകയൊക്കെ ചെയ്യുമ്പം അവർക്ക് കിട്ടേണ്ടത് ഇതുപോലെ അവരുടെ ലഞ്ച് ബോക്സിലെ വിഭവങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകുന്നുണ്ട്, അവർക്ക് കിട്ടേണ്ട ശ്രദ്ധ, അവരെ ഇരുന്ന് പഠിപ്പിക്കാൻ ആളില്ല, അങ്ങനത്തെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എഴുത്തുകാരിയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഞാൻ ഒരിക്കൽ കേട്ട ഒരു ഇതാണ്, എഴുത്തുകാരുടെ ഒരു ഇതുപോലത്തെ ഒരു പാനൽ ചർച്ചയിൽ ഒരു വളരെ പ്രമുഖനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ പറയുന്നത്, ഞാൻ വായിക്കുന്നത് കൊണ്ട് ആർക്കും പ്രശ്നമൊന്നുമില്ല, ഞാൻ എപ്പോഴും വായിക്കുകയാണ് ചെയ്യുക, ലോകസാഹിത്യം മുഴുവൻ വായിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ വായിക്കുന്നത് കൊണ്ട് ആകെ പ്രയാസമുള്ളത് ഭാര്യയ്ക്ക് മാത്രമായിരിക്കും, വേറെ ആർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, വേറെ എല്ലാവർക്കും അത് നല്ലതാണ്, കാരണം എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കിട്ടും. പക്ഷെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, കാരണം ഭാര്യയ്ക്ക് കിട്ടേണ്ട സമയം, വീട്ടുജോലികൾക്ക് ചിലവഴിക്കേണ്ട സമയമൊക്കെയാണ് അയാൾ വായനയ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ എനിക്കതെന്തോ വല്ലാണ്ട് തോന്നിപ്പോയി, അത് ഒട്ടും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലാത്തൊരു വാചകമായിട്ട് തോന്നിപ്പോയി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എത്ര സ്ത്രീകൾ ഇങ്ങനെ പുസ്തകം അടച്ചു വെച്ചതുകൊണ്ടാണ് അവരുടെ ഭർത്താക്കന്മാർ വലിയ വായനക്കാരായിട്ടുണ്ടാവുക. ആ സ്ത്രീ വീട്ടിലെ മുഴുവൻ ഭാരം ചുമന്ന് നടക്കുന്നത് കൊണ്ടാണ് അയാൾക്ക് ഇരുന്ന് വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത്, ഈ പുരുഷൻ്റെ സ്ഥാനത്ത് ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അയാൾ ഇങ്ങനെ കോപ്പറേറ്റ് ചെയ്യുമോ, സഹകരിക്കുമോ, അവൾക്ക് വേണ്ടി വീട്ടുജോലികൾ അവൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കുന്ന സംഗതികൾ അയാൾ ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, എഴുതുകയോ വായിക്കുകയോ ചെയ്യുന്ന സ്ത്രീകളെ ആർക്കും ഇഷ്ടമല്ല എന്ന്. പൊതുവായിട്ടുള്ളൊരു മനോഭാവമാണത്. ഇപ്പം അത് മാറി വരുന്നുണ്ടാവും, പക്ഷേ ഒരു സമൂഹത്തിൻ്റെ ഒരു പൊതു മനോഭാവമാണ്. നല്ല ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമായിരിക്കും, അമ്മമാർക്ക് ഇഷ്ടമായിരിക്കും, വേറെ ആർക്കും പെൺകുട്ടികൾ, സ്ത്രീകൾ വായിക്കുന്നതോ എഴുതുന്നതോ ഒന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഗീതാഞ്ജലി ശ്രീ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്, എഴുതാൻ തോന്നുമ്പോൾ, ഒരു പുസ്തകം എഴുതാൻ തോന്നുമ്പോൾ അവർ ആദ്യം ചെയ്യുന്ന പണി വീട് വിട്ടു പോകാന്നുള്ളതാണ്. വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചിട്ട് എഴുതും. കാരണം വീട്ടിലിരുന്ന് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചുമരിലെ മാറാല, ഫാനിലെ പൊടി, ബെഡ്ഷീറ്റ് മാറ്റിയിട്ടില്ല എന്നൊക്കെ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ കുറ്റബോധം തോന്നാൻ തുടങ്ങും. അതാണല്ലോ ഞാൻ ചെയ്യേണ്ടത്. എനിക്കിത് തോന്നാറുണ്ട്, എന്തെങ്കിലുമൊക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ലീവ് എടുത്തിരുന്നാൽ ഇതേ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ആ ജോലിയൊക്കെ ഞാൻ ചെയ്യേണ്ടതല്ലേ, ഒരു ദിവസമൊക്കെ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാൻ എനിക്ക് എഴുതാനുണ്ടെന്നൊക്കെ പറയാം. പക്ഷെ അത് എല്ലാ ദിവസവും ആകുമ്പോൾ അത് വീട്ടുകാർക്ക് മുറുമുറുപ്പുണ്ടാവും. അപ്പോൾ ഇതൊക്കെ സ്ത്രീകൾക്ക് മാത്രമുള്ളൊരു ഭാരമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനെ നമ്മൾ മറികടക്കണം. എനിക്ക് തോന്നുന്നു പുതിയ തലമുറ കുട്ടികൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അധികം ബോധർ ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളുടെയൊക്കെ ജനറേഷൻ അങ്ങനത്തെ ഒരു മൂല്യബോധം ഉൾക്കൊണ്ട് വളർന്നതുകൊണ്ട് നമുക്ക് ഈ എക്സ്ട്രാ ടൈം കിട്ടുന്നത്, എഴുതാനൊക്കെ നമ്മൾ അനുവദിക്കുന്നുണ്ടല്ലോ, എഴുത്തിൽ ഇടപെടുന്നില്ലല്ലോ, എന്താ എഴുതുന്നതെന്ന് നോക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളത് വലിയൊരു ബോണസായിട്ട് വിചാരിക്കും. സത്യത്തിൽ നമുക്ക് അവകാശപ്പെട്ടതാണ് നമ്മൾ എടുക്കുന്നത്, നമ്മൾ ആലോചിക്കുന്നേ ഇല്ല.
അപ്പോൾ ഗീതാഹിരണിനെ തന്നെ ഞാൻ പറയാണ്, അവർ പറയുന്നുണ്ട് അവരുടെ എഴുത്ത് വായിച്ചിട്ട് പലരും ഭർത്താവിനെ പരിഹസിക്കാനുള്ള എളുപ്പ വഴിയാണ് കവിത എഴുത്ത് എന്ന് പലരും വിചാരിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഴുതുന്നതെല്ലാം ഭർത്താവിനെ കുറിച്ചാണ് അല്ലെങ്കിൽ വീട്ടുകാരെ കുറിച്ചാണെന്നൊക്കെയുള്ള രീതിയിലുള്ള വായനകൾ വരും. എനിക്ക് വളരെ സറ്റയറായിട്ട് എഴുതുന്ന സർക്കാസം എന്ന് പറയാം, അങ്ങനത്തെ കവിതകൾ ഫേസ്ബുക്കിൽ എഴുതാറുണ്ട്. അപ്പം മിക്കവാറും അത് ബന്ധങ്ങളിലെയൊക്കെ കാപട്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചിലരൊക്കെ വളരെ സ്വകാര്യമായിട്ട് വളരെ അനുഭാവത്തോടെ ചോദിച്ചിട്ടുണ്ട്, വീട്ടിൽ വലിയ കഷ്ടമാണല്ലേ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, ഭർത്താവ് ഇത്ര ദുഷ്ടനാണല്ലേ. അത് മാത്രമല്ല, ചിലർ ചോദിക്കും ഇതൊക്കെ എങ്ങനെ അയാൾ സഹിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എഴുതുന്നതെല്ലാം വ്യക്തിപരമായ കാര്യമാണെന്നും കൂടി ആ രീതിയിലുള്ള വായന അത് പണ്ടുണ്ട്, പക്ഷെ ഇപ്പോഴും ചിലരുടെ ഉള്ളിൽ അത് കിടക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു തമാശയാണ്. അപ്പോൾ എഴുത്ത് ഗീതാഹിരണിനെ തന്നെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അത് അവർ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ കാപ്പി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ബ്രസീലാണെന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അത് വീടുകളിലെ അടുക്കളയാണെന്ന് അവർ എഴുതുന്നുണ്ട്. വീട്ടിലെ അടുക്കളയിൽ നിന്ന് ഉമ്മറത്തേക്ക് ഇങ്ങനെ കാപ്പി കപ്പുകൾ അതിങ്ങനെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വീട്ടമ്മ ഇങ്ങനെ കാപ്പി കൂട്ടിക്കൊണ്ടിരിക്കുന്നു, അത് ഉമ്മറത്ത് വരുന്ന അതിഥികൾക്ക് വിളമ്പിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏറെക്കാലം അവരുടെ ജീവിതം അതായിരുന്നു. ഈ കാപ്പി കപ്പുകളിലെ തവിട്ട് കടലിലാണ് അവർ സഞ്ചാരം നടത്തിയിരുന്നത്. പിന്നെയാണ് അവർ എഴുത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ സ്ത്രീകൾ സ്വന്തം രാജ്യമുണ്ടാക്കുന്നത്, സ്വന്തം ദേശമുണ്ടാക്കുന്നത്, കുടുംബത്തിൻ്റെ പരിമിതികളെയൊക്കെ അല്ലെങ്കിൽ തടസ്സങ്ങളെ, വിലക്കുകളെ മറികടക്കുന്നതൊക്കെ എഴുത്തിലൂടെയാണ്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പുതിയ ജനറേഷൻ അത് എളുപ്പമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളുടെ തലമുറയ്ക്ക് അത് ഒട്ടും എളുപ്പമായിരുന്നില്ല. അത് ഒരുതരം അതിജീവനം തന്നെയാണ്, ഒരു നിരന്തര സമരം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹലോ, എനിക്ക് തോന്നുന്നു ഞാൻ അധികവും നാട്ടിന് പുറത്തായത് കൊണ്ടാണോ ഇങ്ങനൊരു അങ്ങനത്തെ ഒരു ക്രൈസിസ് എനിക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ എഴുതി തുടങ്ങിയത്, ഇവരെല്ലാവരും രേഖയൊക്കെ എത്ര ചെറുപ്പം തൊട്ട് എഴുതുന്ന ആളാണ്. നമ്മൾ ജിസി ആണെങ്കിലും വന്നിട്ട് നാളെ നമ്മൾ ഏറ്റവും വളരെ ലേറ്റായിട്ട് വന്ന ഇപ്പം എഴുതി തുടങ്ങിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അത്ര ഒരു ബുദ്ധിമുട്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവളുടെ സ്ഥലം കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ഇടം കണ്ടെത്തി പിന്നെ എന്താ പറയേണ്ടത്, എഴുതേണ്ടത് നമ്മുടെ തന്നെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു, പിന്നെ ഈ എഴുതിയ കഥാപാത്രങ്ങൾ അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ എന്താ പറയുന്നത്, സ്നോ ലോട്ടസിനാണെങ്കിൽ എഴുതി കഴിഞ്ഞ് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പം, വീട്ടിൽ ചെന്നപ്പം, ഇപ്പം നോവലായതുകൊണ്ട് എല്ലാവരും വായിച്ചിട്ടുണ്ട്. ഒരു കല്യാണത്തിന് ചെന്ന് കഴിഞ്ഞപ്പം എന്നോട് എൻ്റെ പാപ്പൻ നന്നായിട്ട് വായിക്കുന്ന ആളാണ്, അദ്ദേഹം ചോദിച്ചു, ഗോപയെ ഒരു തേനീച്ച കുത്തി, അല്ല ഗോപയാണ് ക്യാരക്ടേഴ്സ്, ദാവയെ 2 തേനീച്ച കുത്തി, ഗോപയെ ഒരു തേനീച്ച കുത്തി, അത് എന്താ പറയുന്നത്, ദാവ ബോധം കെട്ട് വീണു, ഗോപ ബോധം കെട്ടില്ല, അത് അലർജിക് റിയാക്ഷനാണ്. അതെന്താ, അത് അങ്ങനെയല്ല. പക്ഷെ അദ്ദേഹം എന്നോട് ചോദിച്ചാൽ, നിന്നെ ഒരു ദാവയെ 2 തേനീച്ച കുത്തി, നിന്നെ പക്ഷേ 2 തേനീച്ച കുത്തിയിട്ട് എന്താ വീഴ? ഞാനല്ല ചോദിപ്പോൾ, അപ്പോൾ അത് ഗോപയാണ്, ഗോപ ഒരു അതല്ല, അത് നീ തന്നെയാണ്, പലതവണയും നീ പറഞ്ഞിട്ടുണ്ടല്ലോ നീയാണെന്ന്. ഞാൻ പറഞ്ഞു ഞാനല്ല. അത് നീ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അതാണ് ആ ക്യാരക്ടറുമായിട്ട് നമ്മളെ, അത് വളരെ അപൂർവമായിട്ട് ഇങ്ങനെ ഒരു ഇൻട്രാക്ഷന് സമയം കിട്ടുന്നത് കൊണ്ട് അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ ഒരു ഫേസ് വേണ്ടി വന്നിട്ടുള്ളൂ. അതൊരു പ്രോബ്ലമായിട്ടും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇനി കൂടുതൽ എഴുതുമ്പം അനുഭവിക്കാൻ പോകുന്നതേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ക്രിയേറ്റിവിറ്റിയുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറേ നാൾ എന്തുകൊണ്ട് എഴുതാതിരുന്നു എന്ന് ചോദിക്കുമ്പം, അത് എനിക്ക് തോന്നും ക്ലിനിക്കിലാണെങ്കിലും ഒരു കോസ്മെറ്റിക്, ഞാനൊരു ഡെൻ്റൽ സർജനാണ്, ഇംപ്ലാന്റോളജിസ്റ്റാണ്. അപ്പോൾ ഈ പല്ല് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റും അതും ഇതുമൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു പെയിൻറ്റിങ് ചെയ്ത് കിട്ടുന്ന അതേ സാറ്റിസ്ഫാക്ഷൻ, ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വരുമ്പം അതുപോലെ ആൾക്കാരോട് ഇടപഴകുന്ന, മനുഷ്യരോട് സംസാരിക്കുന്ന ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഈ ക്ലിനിക്കിലാണെങ്കിലും നമ്മൾ കാണുന്ന ആൾക്കാരോടെല്ലാം പല നാട്ടുകളിൽ നിന്ന് വരുന്ന ആൾക്കാർ, ആ സമയമുണ്ടെങ്കിൽ ഈ UP ബറേലി അതുപോലെയുള്ള ഭയങ്കര തിരക്കുള്ള സ്ഥലത്താണ് നമുക്ക് നേരം കിട്ടത്തില്ല. അതുപോലെ ഈ മലകളിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എന്നോട് പറയും, നീ രാവിലെ പോയതിനേക്കാൾ ഉഷാറിലാണ് ഉച്ചയ്ക്ക് വൈകുന്നേരം തിരിച്ചു വരുന്നത് ക്ലിനിക്കിൽ നിന്ന്. എനിക്ക് തോന്നുന്നു ആ രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ഇത്രയും വലുതായ കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഫാമിലി ഇതുവരെയും സപ്പോർട്ടാണ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. മക്കളാണെന്നുണ്ടെങ്കിൽ അമ്മ എഴുതുന്നു, യുവർ എ റൈറ്റർ എന്നുള്ള രീതിയിൽ ഹാപ്പിയാണ്. എനിക്ക് ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുള്ളൂ. ജിസ പറയണ പോലെ ഇനി എഴുതി കഴിഞ്ഞ് വരാൻ പോകുന്നേ ഉണ്ടാവത്തുള്ളൂ. ശരി, താങ്ക് യു. ഇനിയും സദസ്സിൽ നിന്നും എഴുത്തുകാരികളുമായി സംവദിക്കാനുള്ള നിമിഷങ്ങളാണ്. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.
ഹലോ മാം. ഇപ്പം രേഖ മാം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ സോണിയ മാം പറഞ്ഞതുപോലെ നിങ്ങൾ ചെറുതിലെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പരിഹാസങ്ങളും കളിയാക്കലുകളും ഒക്കെ നേരിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികളും ഇങ്ങനെ ചിലപ്പോൾ എഴുതുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടുമ്പോഴോ ചിത്രം വരയ്ക്കുമ്പോഴോ ഒക്കെ ഒരുപാട് കളിയാക്കലുകളും പരിഹാസങ്ങളും ഒക്കെ നേരിടുമ്പോൾ അത് പിന്നീട് അവർക്കത് ചെയ്യാനുള്ളൊരു ഒരു പേടിയാവില്ലേ? അതല്ലെങ്കിൽ ഒരു ട്രോമയായിട്ടത് മാറില്ലേ? അപ്പോൾ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ കുട്ടികൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതൊരു പേരൻറ്റിങ്ങിലെ മിസ്റ്റേക്ക് അല്ലേ? എന്താണ് അതിനെപ്പറ്റിയുള്ളൊരു ഒപ്പീനിയൻ? പാരൻറ്റിങ്ങിനെ കുറിച്ചൊന്നും യാതൊരു അവബോധമൊന്നും ഇല്ലാത്തിരുന്ന കാലത്തൊക്കെയാണ് നമ്മൾ വളർന്നത്. പക്ഷേ നമുക്ക് നിരന്തരം നമ്മളെ ലോകത്തെ ഏത് കണ്ടുപിടുത്തങ്ങളാണെങ്കിലും എന്തിന് ലോകമഹായുദ്ധം പോലും ഹിറ്റ്ലർ ജർമ്മനിയിലെ ബിയർ ഹാളിലിരുന്ന് ആര്യവംശം ലോകം ഭരിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം പരിഹസിക്കുമായിരുന്നു, ആരും ശ്രദ്ധിക്കില്ലായിരുന്നു. അയാൾ എന്തോ വന്ന് പറയുന്നു എന്ന് പറഞ്ഞു. ഇതൊരു അപകടത്തിൻ്റെ വശമാണ്. അപ്പോൾ അയാളെ ആരും അവഗണിച്ചു, ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നിരന്തരം അയാളിത് പറയുകയും നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാർ പോലെ ഒരു ലോകം മുഴുവൻ ഞെട്ടിച്ചൊരു സംഗതിയിലേക്ക് അത് വളരുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി. ഒരുപാട് പേര് അപമാനിക്കും, നമ്മൾ പൊട്ടിക്കരയും, നമ്മൾ കരയും, നമ്മൾ വീട്ടിൽ നമ്മുടെ പാരൻറ്റ് വന്നിട്ട് ഇവൾ കവിത എഴുതുന്ന ആരോടെങ്കിലും പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കോചമാണ്. ഇപ്പം അടുത്ത പരിഹാസം വരും, നമ്മുടെ മണ്ടരി ഇപ്പം ഇറങ്ങും എന്ന് നമുക്കൊരു പേടി തോന്നും. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ളൊരു ഫയർ, ഒരു തീ അങ്ങനെ കെടാതെ ഉണ്ടെങ്കിൽ അത് പിന്നെ നമ്മളെങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ അത് പുറത്തു വരും. ഇപ്പോൾ അഷിത പറയുന്നില്ലേ, അവർക്കൊരു 2 പേപ്പറേ കൊടുത്തിരുന്നുള്ളൂ. പക്ഷെ അവർക്ക് അതിൻ്റെ പേരിൽ അവർ ആത്മഹത്യ ചെയ്യുന്നത് വെയിറ്റ് ചെയ്യുന്ന പാരൻസും, അമ്മയ്ക്ക് ഈ കുട്ടിയൊന്ന് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കൂടെ മറ്റ് 2 മക്കളുമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാം എന്ന് വിചാരിക്കുന്ന ഒരിടത്തും അവർ മലയാളത്തിലെ ഏറ്റവും നല്ല റൈറ്ററായിട്ട് തന്നെ തുടർന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞൊരു ഫയർ ഉള്ളിലുണ്ടെങ്കിൽ എത്ര ആളുകൾ കിടത്താൻ നോക്കിയാലും ഈ ലോകത്തെ ഏത് കലാകാരനാണെങ്കിലും കലാകാരിയാണെങ്കിലും ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കമൻറ്റുകളിൽ കൂടി തന്നെയല്ലേ നമ്മൾ വളരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഇപ്പോൾ ഏറ്റവും നല്ല മാർക്കറ്റിംഗ്, പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ഏറ്റവും നല്ലത് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് ആളുകൾ കൂടുതൽ വളരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജനറേഷനിലാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇപ്പോൾ ഒരു കഥയൊക്കെ എഴുതി മാതൃഭൂമിക്ക് അയച്ചു, അവർ 3 തവണ റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തകർന്നു. പക്ഷേ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മൾ എഴുതുന്ന ഇത് ഒരു അല്പമെങ്കിലും മികവുണ്ടെങ്കിൽ ആരോ എവിടെയോ ശ്രദ്ധിക്കും, അത് കണ്ടെത്തും. ഏത് പാട്ടാണെങ്കിലും നൃത്തമാണെങ്കിലും നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരമുണ്ട്. എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങളിപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പത്രങ്ങൾക്കുള്ള സോഷ്യൽ മീഡിയ സബ്സ്ക്രൈബേഴ്സും നോക്കുക. അപ്പോൾ വലിയ തലതൊട്ടന്മാരായിട്ടുള്ള മലയാളത്തിലെ മീഡിയ ഇൻഡസ്ട്രിയുടെയും അതിനേക്കാളും എത്രയോ കൂടുതൽ റീച്ചാണ് ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക്. അല്ല, കേരളത്തിലെ പോപ്പുലേഷനേക്കാൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നമ്മുടെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ മുന്നിലുള്ളപ്പോൾ ഞങ്ങളുടെ കാലത്തെ പോലെ നിങ്ങൾക്ക് നിരാശപ്പെട്ട് പിന്മാറേണ്ടി വരില്ല. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വലിയ വലിയ അവസരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിരന്തരം നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ പുതിയ പുതിയ ഏരിയകൾ എക്സ്പ്ലോർ ചെയ്യുന്നു. ഇനി നാളത്തെ കഥ, ഇപ്പോൾ ഒരു 5 കൊല്ലം മുമ്പ് ഉദാഹരണത്തിന് ഞങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് ഞാൻ ബസ് കയറി വരുമ്പോൾ ഒരു കോളേജിൽ നിന്ന് വരാൻ ഒരു അരമണിക്കൂർ ലേറ്റ് ആയാൽ ഞങ്ങളുടെ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കും. ഈ പെൺകുട്ടി ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്ര നെഗറ്റീവായ ഒരു എൻവയൺമെൻറ്റ്. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നിമിഷ നേരം കൊണ്ട് അമ്മേ ഞാൻ വരുന്നു എന്നൊരു SMS വിട്ടാൽ അല്ലെങ്കിൽ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ധാരി. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ മാറുമ്പോൾ ശരിക്കും കുറേ കൂടി, ഇപ്പോൾ ജിസ ചേച്ചി പറഞ്ഞു 2015 ഈ സാങ്കേതിക വിദ്യ വികസിച്ചപ്പോഴാണ് അവരെഴുതാൻ തുടങ്ങിയത്. ജിസ് ചേച്ചി ഞാനൊക്കെ പഠിക്കുമ്പോൾ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ജിസ് ചേച്ചി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കഥയ്ക്ക് 1ാം സമ്മാനം കിട്ടിയ ആളാണ്. പിന്നെ അയാൾ നിശബ്ദയായിപ്പോയി. അപ്പോൾ ഈ സാങ്കേതിക വിദ്യ എനിക്ക് തോന്നാറുണ്ട് മലയാള മനോരമയിൽ നന്നായി നിമിഷ നേരം കൊണ്ട് ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കണം. ഞാനാണെങ്കിൽ പ്രസ് അക്കാദമിയിൽ ഇവിടെ കാക്കനാട പഠിച്ചത്. ആ സമയം മുഴുവൻ ഞങ്ങളുടെ കമ്പ്യൂട്ടർ സാറിനെ പ്രേമിക്കാനാണ് ഞങ്ങളെല്ലാവരും ഉപയോഗിച്ചത്. ഞങ്ങളത് പഠിച്ചില്ല. അപ്പോൾ
ഈ ഒരാഴ്ച കൊണ്ട് പഠിക്കാൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ ടെക്നോളജി പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചിട്ടാണ് അത് ആ സാങ്കേതിക വിദ്യ കൊണ്ടാണ് നമുക്ക് എഴുതാൻ എളുപ്പം. പിന്നെ പത്രക്കാർക്ക് ഇപ്പോൾ സദ്ദാം ഹുസൈൻ മരിച്ച ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ മുമ്പിലേക്ക് ഒരു കെട്ട് ഫയൽ തന്നിട്ട് പറഞ്ഞു സദ്ദാമിൻ്റെ ഒരു പ്രൊഫൈൽ സ്റ്റോറി തയ്യാറാക്കാൻ പറഞ്ഞു. ഇത്രയുണ്ട് ആ ഫയൽ. അതിൽ നിന്ന് നമ്മൾ സദ്ദാമിൻ്റെ ലൈഫ് നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് തിരഞ്ഞെടുക്കാൻ നമുക്ക് സ്പീഡ് കിട്ടുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഏത് വിവരത്തെക്കുറിച്ചും. ഇപ്പം നമ്മൾ അങ്കമാലിയിലെ മാങ്ങാക്കറി വിഷ്ണു പറഞ്ഞു, ആ കഥയിൽ നമ്മൾ ബാങ്ക് ഇടപാടുകളെക്കുറിച്ച് നമുക്കൊരു സംശയം വന്നാൽ നെറ്റിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് കിട്ടുകയാണ്. അപ്പോൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത സമയത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അത് ഭയങ്കരമായി ഗുണം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം. എൻ്റെ ചോദ്യം 3 പേരോടായിട്ടാണ്. സാറാ ജോസഫിൻ്റെ പാപത്തറ എന്നൊരു പുസ്തകത്തിൽ അതിൻ്റെ അവതാരികയിലാണ് ആദ്യമായിട്ട് സച്ചിദാനന്ദൻ പെണ്ണെഴുത്തുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കഥയുടെ ഒരു സംഗ്രഹം തനിക്ക് ജനിക്കുന്ന കുഞ്ഞ് പെണ്ണാവരുതേ എന്ന് വിലപിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ലക്ഷ്മിക്കുട്ടിയാണ് അതിൻ്റെ നായികയായിട്ട് വരുന്നത്. അപ്പോൾ പെണ്ണെഴുത്ത് എന്നുള്ള പദത്തിന് അത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എഴുതുക എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിന് മേളിലേക്ക് എന്തെങ്കിലും അർത്ഥതലം ഈ പെണ്ണെഴുത്തിന് ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. പെണ്ണെഴുത്ത് എന്നുള്ള വാക്ക് നമ്മൾ അന്നാണ് പരിചയപ്പെടുന്നത്. ഫെമിനിസം എനിക്ക് തോന്നുന്നു സച്ചിദാനന്ദൻ്റെ ആ അവതാരികയാണ് മലയാളത്തിലെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഫെമിനിസ്റ്റ് ലേഖനം. എന്നുവെച്ചാൽ അങ്ങനെ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ നമ്മൾ പരിചയപ്പെടുന്നത് ആ ലേഖനത്തോടെയാണ്. കഥാസമാഹാരത്തോളം തന്നെ വലിപ്പമുള്ള ഒരു ലേഖനമാണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് 89-ലാണ് ആ 90-ന് തൊട്ട് മുൻപാണ് ആ പുസ്തകം വന്നത്. അപ്പോൾ അന്ന് നമുക്കിത് പുതിയതായിരുന്നു. ഇങ്ങനൊരു ഇസമുണ്ട്, സ്ത്രീകളുടെ അവകാശങ്ങൾ, സ്ത്രീ വിവേചനം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ സ്ത്രീകളുടെ സർഗാത്മകത, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പെണ്ണുങ്ങൾ എഴുതുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ വളരെ വസ്തുനിഷ്ഠമായിട്ട് ശാസ്ത്രീയമായിട്ടും അപഗ്രഥിക്കുന്നുണ്ട് ആ ലേഖനത്തിൽ. ഫ്രഞ്ച് ഫെമിനിസത്തിൻ്റെ തിയറിയാണ് സച്ചിദാനന്ദൻ ഫോളോ ചെയ്യുന്നത്, പിന്തുടരുന്നത്. അപ്പോൾ അതിന് നമ്മൾ കുറേയെല്ലാം മാറിക്കഴിഞ്ഞു, നമ്മളുടെ കാഴ്ചപ്പാടുകളും മാറിക്കഴിഞ്ഞു, സ്ത്രീകൾക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യവും അങ്ങനെയുള്ള കാലം മാറി. 10-30 വർഷം കൊണ്ട് ലോകം ഒരുപാട് മാറി. അപ്പോൾ ഇപ്പോഴും പെണ്ണെഴുത്ത് ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്ത്രീകൾ എഴുതുന്നത് മാത്രമല്ല പെണ്ണെഴുത്ത്. നമ്മൾ ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ദളിതർ എഴുതുന്നത് മാത്രം എന്നുള്ള രീതിയിൽ ചുരുക്കേണ്ടതില്ല. സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അനുഭാവപൂർവ്വം അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന എല്ലാത്തിനെയും നമ്മൾ പെണ്ണെഴുത്തെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് എന്നുവെച്ചാൽ ഫ്രഞ്ച് ഫെമിനിസം പറയുന്നത് സ്ത്രീകളുടെ എഴുത്തിൽ ഒരുപാട് സന്ദിഗ്ധതകളുണ്ട്, ഒരു ഭ്രാന്തി സങ്കല്പം, അവൾക്ക് യഥാർത്ഥമായിട്ട് പറയാൻ പറ്റാത്തത്, അവളൊരു ഭ്രാന്തിയായിട്ട് മാറി. തട്ടിൻപുറത്തെ ഭ്രാന്തി എന്നുള്ള പുസ്തകമൊക്കെ അതിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്ദിഗ്ധതകളുണ്ട്, ഒരുപാട് ശിഥിലമാണ്, മുറിഞ്ഞു പോകുന്നുണ്ട്, അപൂർണമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിനുള്ള കാരണമായിട്ട് പറയുന്നത്. വളരെ ആധികാരികതയോടെ സംസാരിക്കാൻ പുരുഷന് മാത്രമേ അധികാരമുള്ളൂ. അത് സ്ത്രീകളുടെ സംസാരത്തിൽ അതൊന്നുമില്ല. അവൾ ഒട്ടും അധികാരം അനുഭവിക്കാത്തവളാണ്. എപ്പോഴും ഒരു 2ാംകിട പൗരത്വം, 2ാംകിട പദവിയിൽ തുടരുന്നവളാണ്. അപ്പോൾ അവളുടെ എഴുത്തിലും സ്വാഭാവികമായിട്ടും ഇതൊക്കെ വരും. സ്ത്രീകളുടെ ഭാഷയെക്കുറിച്ചും അത് ലേഖനത്തിൽ പറയുന്നുണ്ട്. അവരുടെ ഭാഷ എപ്പോഴും അവൾ ഉപയോഗിക്കുന്ന ഭാഷ പുരുഷൻ്റെ ഭാഷയാണ്. അതൊരു മർദ്ദകൻ്റെ ഭാഷയാണ്, സ്ത്രീകളെ അപമാനിക്കുന്ന ഭാഷയാണ്. അപ്പം നമ്മുടെ തെറിവാക്കുകളൊക്കെ എന്തുകൊണ്ട് സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാവുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ സ്ത്രീകൾ അവരുടേതായ ഒരു ഭാഷ കണ്ടെത്തണം, അവളെ തന്നെ ആവിഷ്കരിക്കാൻ ആ ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്. അത്തരം കാര്യങ്ങളൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു പുതിയ കാലം കുറേയൊക്കെ നമ്മളുടെ ഒരു ഭാഷ കണ്ടെടുത്തിട്ടുണ്ട്. സ്ത്രീകൾ സ്വതന്ത്രമായിട്ട് ഇപ്പോൾ ലൈംഗികതയെക്കുറിച്ചായാലും എന്ത് കാര്യത്തെക്കുറിച്ചായാലും സ്വന്തം ശരീരാവയവങ്ങളെക്കുറിച്ചായാലും ഒക്കെ സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് സംസാരിക്കാനുള്ളൊരു അവകാശമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളുണ്ട്. സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാട് അതിനെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം മുല എന്നുള്ള വാക്ക് ഭയങ്കര അശ്ലീലമായിരുന്ന, ക്ലാസ്സിലൊക്കെ അത് പറയില്ല, ആ ഭാഗം ഉപേക്ഷിച്ചിട്ടാണ് ക്ലാസ്സിൽ കവിതയൊക്കെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിനൊക്കെ മാറി ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ വളരെ നോർമലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭാഷ, കാഴ്ച എല്ലാം മാറുന്നുണ്ട്. പെണ്ണെഴുത്തിൻ്റെ പ്രസക്തി ഉണ്ടോ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ ലിംഗവിവേചനം എന്ന് പറയുന്നൊരു സംഗതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ഏറിയും കുറഞ്ഞും നിലനിൽക്കുന്നുണ്ട്. പണ്ടാണെങ്കിൽ വളരെ പ്രത്യക്ഷമായിരുന്നു. ഞാനൊരു ഇപ്പം ഈ അടുത്ത് MT വാസുദേവൻ നായർ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഥ മാധ്യമത്തിൽ പുനഃപ്രസിദ്ധീകരിച്ചിരുന്നു, കൽപ്പാന്തം എന്ന് പറയുന്ന കഥ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് 300 രൂപ, അന്നത്തെ കാലത്തെ 300 രൂപ
ശമ്പളമുള്ള ജോലി, പ്രേമിച്ച് കല്യാണം കഴിക്കുകയാണ്. അപ്പം ഭർത്താവ് ആദ്യം തന്നെ പറയുന്നത് ഇനി ജോലി ചെയ്യണ്ട, എൻ്റെ വരുമാനം കുറവാണ്, പക്ഷെ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോണം എന്നാണ് പറയുന്നത്. അവളൊരു മടിയും ഇല്ലാണ്ട് അതിന് തയ്യാറാവുന്നു. അപ്പോൾ അന്ന് ഇങ്ങനെയായിരുന്നു, സ്ത്രീകൾ സമ്പാദിച്ചു കൊണ്ടുവന്നിട്ട് കുടുംബം നോക്കണ്ട, അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടായിരുന്നു. വളരെ പ്രത്യക്ഷമായിരുന്നു പുരുഷാധികാരം. ഇപ്പം അങ്ങനെയല്ല, അത് ഇൻഡയറക്റ്റ് ആണ്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എല്ലായിടത്തും ഉണ്ട്. പുറമേ കാണുമ്പോൾ എല്ലാം സ്ത്രീ സൗഹൃദപരമാണ്, സ്ത്രീ പക്ഷപാതപരമാണ്, സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങളുണ്ട്, സ്ത്രീകൾക്ക് എല്ലായിടത്തും വിസിബിലിറ്റി ഉണ്ട്, അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഒളിപ്പിച്ചു വെച്ച ഒരുപാട് ലിംഗവിവേചനം അവിടെ ഉണ്ട്. സ്ത്രീകൾക്കെതിരായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ നേരത്തെ സോഷ്യൽ മീഡിയയുടെ ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങളൊരു സ്ത്രീ ഒരു കുറ്റവാളിയായിട്ടൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ആ കമൻസ് ഒന്ന് നോക്കിയാൽ മതി. അതിന് താഴെ വരുന്ന കമൻസ് വായിച്ചാൽ മനസ്സിലാവും മലയാളി പുരുഷൻ ഒട്ടും മാറിയിട്ടില്ല എന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ ആ ഒരു പാട്രിയാർക്കലായിട്ടുള്ള ഏറ്റവും യാഥാസ്ഥിതികനായ ഒരാണ് ഒളിച്ചിരിക്കുന്നുണ്ട്. അതിങ്ങനത്തെ സമയത്തൊക്കെയാണ് പുറത്തേക്ക് വരിക. അപ്പോൾ പെണ്ണെഴുത്തിന് എല്ലാ കാലത്തും പ്രസക്തിയുണ്ട്. എപ്പോഴാണോ നമ്മൾ ഒരു ജെൻഡർ ഇക്വാളിറ്റിയിലേക്ക്, ജെൻഡർ ജസ്റ്റിസിലേക്കൊക്കെ മാറുന്നത്, അതുവരെയും പെണ്ണെഴുത്തിന് പ്രസക്തി ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പേരൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം, എനിക്ക് തോന്നുന്നു നിങ്ങളങ്ങനെ വാടിപ്പോവേണ്ടതില്ല. നിങ്ങൾ വളരെ ഭാഗ്യമുള്ള ആൾക്കാരാണ്. നിങ്ങളൊരു കുഞ്ഞു കാര്യം എഴുതുമ്പോൾ തന്നെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഞങ്ങളുടെ ഒന്നും കാലം പോലെയല്ല. അപ്പോൾ അന്ന് നമ്മളെയൊക്കെ ഇങ്ങനെ തളർത്തിയിട്ടാണ് വളർത്താൻ നോക്കിയിരുന്നതാണ് എനിക്ക് തോന്നുക. ഇപ്പം അങ്ങനെയല്ല, എപ്പോഴും തോളത്ത് തട്ടുകയാണ് ചെയ്യുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം, വ്യക്തിപരമായ ഒരു കാര്യമാണ്. എൻ്റെ മകൻ ഒരു പുസ്തകം, 2 പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവന് പണ്ട് എൻ്റെ ഇന്നത്തെ ഒരു പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ, അന്ന് ഞാൻ എഴുതുന്ന ആളല്ല, ഞാൻ അധ്യാപികയായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പുസ്തകം മാതൃഭൂമിക്ക് അയച്ചിട്ട് അതൊരു പ്രസിദ്ധീകരിക്കില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വലിയ എഴുത്തുകാരനാണ്. അപ്പോൾ അന്ന് അങ്ങനെയായിരുന്നു. പക്ഷേ ഇവൻ ആ ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കുമ്പോൾ അവരത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവുന്നു. ആ പുസ്തകത്തിൻ്റെ ക്വാളിറ്റി കൊണ്ടല്ല. അപ്പോൾ പക്ഷേ ഈ പുതിയ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക, കൂടുതൽ നോവലുകൾ പ്രസിദ്ധീകരിക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോൾ മാധ്യമം. പ്രസാധകരും അങ്ങനെയാണ്. പണ്ട് കുറേ പുസ്തകങ്ങൾ ചെറുകിട പ്രസാധകരൊക്കെ പ്രസിദ്ധീകരിച്ചാലേ വലിയവരുടെ ദൃഷ്ടിയിൽ പെടുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് അവസരങ്ങളുണ്ട്. ഇനി ഒന്നും വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. നിങ്ങൾ ട്രോമയിലൊന്നും പോവണ്ട. ചെറിയ പരിഹാസങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, അതായത് നോർമലായിട്ട് എടുത്താൽ മതി. ഹലോ മിസ്, ഇവിടെ എനിക്കൊരു മിസ്സിൻ്റെ ഒരു ഒപ്പീനിയൻ വേണം. അപ്പോൾ സൂക്ഷ്മദർശിനി, ജയ ജയ ഹേ പോലെ ഫീമെയിലിൽ ഹീറോയിക് റോളിൽ കാണിക്കുന്ന രീതിയിൽ ഇപ്പം മൂവീസ് വരുന്നുണ്ട്. അപ്പം അത് ഇനിയും ഫ്യൂച്ചറിൽ മുമ്പോട്ട് ഇനിയും നമ്മൾ കാണുമോ? എന്താ മിസ്സിൻ്റെ ഒരു ഒപ്പീനിയൻ? അതും മാത്രമല്ല, ബുക്സിലും അത് വരുമോ? കാരണം ബുക്സിൽ നിന്നാണ് മൂവീസ് എല്ലാം വരുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ചോദ്യം. എനിക്ക് തോന്നുന്നത് ചോദ്യങ്ങൾ ഇനി ഉണ്ടെങ്കിൽ 1-2 ചോദ്യങ്ങൾ ചോദിച്ചു ഒരുമിച്ച് മറുപടി പറഞ്ഞ് പോകാം. ഒരു ചോദ്യം കൂടി എടുത്തിട്ട് അതോടുകൂടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അമ്പൽ ചോദിച്ചു. എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാം ആദ്യം തന്നെ പറഞ്ഞല്ലോ, മഹാഭാരതം, രാമായണം, ആ ഒരു ഇതിഹാസം നോക്കിക്കഴിഞ്ഞാൽ അവരെപ്പോഴും നോക്കുക പാണ്ഡവരുടെ ഭാഗത്താണോ ശരി, കൗരവരുടെ ഭാഗത്താണോ ശരി. അതിൽ അറിയപ്പെടാതെ പോകുന്ന കുറേ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ഗാന്ധാരി 101 മക്കളെയും കൊന്ന് നശിപ്പിച്ച് കൃഷ്ണൻ കൂടെ കാണിച്ചു കൊടുക്കുക, അതെ ദുര്യോധനന്റെ കാല്, ഓരോരോ മക്കളുടെ ഓരോരോ അവയവങ്ങളും കാര്യങ്ങളും. പാഞ്ചാലിയുടെ ജീവിതം, പാവം ഒരു ശാപം കാരണമാണോ എന്തോ 5 പേരെ കെട്ടി അവസാനം മരിക്കുമ്പോൾ പോലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു മലയിൽ കയറുമ്പോൾ ഓരോരോ പേരും താഴ്ത്തോട്ട് വീഴുമല്ലോ. ആദ്യം വീഴുന്ന പാഞ്ചാലിയാണ്. അപ്പം ധർമ്മനോട് ഭീമൻ ചോദിക്കും, ചേട്ടാ നമ്മുടെ പാഞ്ചാലി വീണുപോയി, എന്താ കാര്യമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു ഒറ്റൊരു ഉത്തരവേ ഉള്ളൂ, എന്ന് വെച്ചാൽ നമ്മൾ 5 പേരെയും ഒരുപോലെയല്ല അവള് സ്നേഹിച്ചത്. അർജുനനോടായിരുന്നു പ്രണയം കൂടുതൽ. ഒരു സ്ത്രീക്ക് ഒരാളെ പ്രണയിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ പ്രണയിച്ച് കെട്ടിയതാണ് അത്. പക്ഷെ അറിയാതെ വിധിപ്രകാരമാണോ എന്തോ 5 പേരെയും കെട്ടേണ്ട ആ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് മാത്രമാണ് കിട്ടിയത്. അതുകൊണ്ട് അവർക്ക് സ്വർഗത്തോട് ശരീരത്തോട് പോകാൻ പറ്റിയില്ല. അതാണ് അതിൻ്റെ പാവം എന്നാണ് പറയണേ. പിന്നെ ഗാന്ധാരിയുടെ തന്നെ കണ്ണ് കെട്ടേണ്ട ഒരു അവസ്ഥ വരുന്നു, 100 മക്കളെ പിരിയുന്നു. എന്നീ ഇതിഹാസങ്ങളിൽ പോലും, എസ്പെഷ്യലി മഹാഭാരതത്തിൽ പോലും പെണ്ണുങ്ങളുടെ ആ ഒരു നിലപാട് അവിടെ പുറത്തോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. MD വാസുദേവൻ നായർ സാർ ഇന്നലെ ആ സാറിന് ശേഷം വന്നപ്പോൾ 2-ാം ഊഴം എന്ന് പറയുന്ന ഒരു പുസ്തകം ഭീമന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് കൊണ്ടത്. അതിനേലും ഡബിൾ ഇരട്ടി ദുഃഖവും കാര്യങ്ങളും പറയാൻ അവിടെ ഓരോരോ കഥാപാത്രങ്ങളുണ്ട്. അവരെ എഴുത്തിലൂടെ പുറത്തറിയിപ്പിക്കാൻ പറ്റുമോ കൃത്യ ഒരു ഫീലിങ്ങോടെ? പിന്നത്തെ രണ്ടാമത്തെ എൻ്റെ ഒരു ചോദ്യം മാമിനോടാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ, ഞാൻ ഒരു റീൽസിൽ കണ്ടാണ് വുമൺ എംപവർമെന്റിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട്, ഈ ആണുങ്ങൾ കല്യാണം കഴിക്കാൻ നേരത്ത് ആണുങ്ങൾക്ക് ജോലിയുണ്ടോ, ചെക്കന് ജോലിയുണ്ടോ, ചെക്കന് വീടുണ്ടോ, ചെക്കൻ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുന്നതിന് പകരം ഇപ്പം ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത് മാറി.
ലൈക്ക് എന്നെ കെട്ടാൻ പോകുന്ന ആ ഒരു പെൺകുട്ടിക്ക് ഞാൻ കുടുംബം മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നെങ്കിൽ എനിക്ക് അത്ര ഹാപ്പിയേ ഉള്ളൂ. എനിക്കവിടെ എന്നേലും കൂടുതൽ ഞാൻ നോക്കുന്നത് എൻ്റെ ഭാര്യ കൊണ്ട് എൻ്റെ കുടുംബം മുമ്പോട്ട് പോകാമെങ്കിൽ അത്രയും നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരു എൻ്റെ കൂട്ടുകാരനും പറഞ്ഞു. റീലിൽ കുറേ ഞാൻ കണ്ടു. ആദ്യം കേട്ടു പെണ്ണുങ്ങൾ കാശുണ്ടാക്കി കുടുംബം നോക്കി, ഇതെന്താ ഈ സംഭവം എന്ന്. പിന്നെ തോന്നി ഒരു ടോക്കർ പറഞ്ഞതാ ആ ഒരു സംഭവം സ്ത്രീ ശാക്തീകരണം, ആ എംപവർമെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിച്ചു തുടങ്ങണമെന്ന്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ എൻ്റെ ഒരു ഒപ്പീനിയനിൽ എൻ്റെ ഭാര്യ എൻ്റെ കുടുംബം നോക്കാൻ പറ്റുന്ന രീതിക്കായെങ്കിൽ എനിക്ക് അത്രേ സന്തോഷമേ ഉള്ളൂ. ഞാൻ തന്നെ കാശുണ്ടാക്കി എൻ്റെ കുടുംബം നോക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ്. പിന്നത്തെ ചോദ്യം, മാം മിലിറ്ററിയിലല്ലേ വർക്ക് ചെയ്തേ, അത് എഴുത്ത് അത്ര അടിപൊളിയായിട്ട് ആ ഒരു കണക്ഷൻ എങ്ങനെ, ആ ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് മാമിന് കിട്ടിയത് എന്നുള്ളതാണ്. ഓക്കെ, തുടങ്ങാം. മൂന്നാളുടെ ചോദ്യം. അമലിൻ്റെ ഒരു ചോദ്യം കൂടെ കഴിഞ്ഞ് നമുക്ക് ചോദ്യ സെഷൻ കഴിഞ്ഞിട്ട് പിന്നീട് ഉത്തരങ്ങളിലേക്ക് പോവാം. നമസ്കാരം. ഈ ഒരു ചോദ്യം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സംശയത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഭൂരിപക്ഷത്തിൻ്റെ ഒരു ആസ്വാദന നിലവാരത്തെ തൃപ്തിപ്പെടുത്തുമ്പോഴാണോ അതോ നിരൂപകരെ അതിശയിപ്പിക്കുമ്പോഴാണോ ഒരു എഴുത്ത് നല്ലതാവുന്നത്? അല്ലെങ്കിൽ ആരാണ് ഈ എഴുത്ത് നല്ലതാണോ മോശമാണോ എന്നുള്ളത് നിർണ്ണയിക്കുന്നത്? ആരോടാണ് പൊതുവായിട്ട്? ഓക്കെ, I think that would be the last question to the panel. മൂന്ന് പേരോടും ചോദ്യമുണ്ട്. അപ്പോൾ മറന്നു പോകുന്നതിന് മുമ്പ് പറയാമെന്നാണ്. ആരാണ് എഴുത്തിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നതെന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നു എഴുത്തിൻ്റെ ഗുണം നിർണ്ണയിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഫസ്റ്റ് വൺ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നല്ലതാണോ ചീത്തയാണോ എന്ന്. നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെയും കൂടി ഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് കാലം എഴുതാതിരുന്ന ആളാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആത്മവിശ്വാസമില്ലായ്മയാണ്. പിന്നെ രണ്ടാമത് എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇത് മോശമായാലും കുഴപ്പമില്ല, ഇത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ടായി. പിന്നെ മലയാളത്തിൽ ഇപ്പം എല്ലാവരും പറയും എം കൃഷ്ണൻ നായരുടെ അഭാവം അറിയുന്നു പറയും. എം കൃഷ്ണൻ നായർ നമ്മളങ്ങനെ ഭയങ്കര ഒരു നിരൂപകനായിട്ട് വെച്ചിരിക്കുകയാണ്, എല്ലാത്തിൻ്റെയും മാർക്കിടുന്ന ഒരാളായിട്ട് വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഭയങ്കര അബദ്ധമായിട്ടുള്ള ധാരണയാണ്. അദ്ദേഹം വളരെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കൃതിയെ വിലയിരുത്തിയിരുന്നത്. അതൊരു നല്ല രീതിയായിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല. അന്ന് ഞാനും രസിച്ച് വായിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെ കുറ്റം പറയുന്നത് കേൾക്കാൻ നമുക്ക് ഇഷ്ടമായതുകൊണ്ട്. പക്ഷേ ഇപ്പം എനിക്കത് മനസ്സിലാവുന്നുണ്ട്, അത് വളരെ മോശമായിട്ടുള്ളൊരു ലിറ്റററി ജേർണലിസം ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ എഴുത്തിന് മാർക്കിടാനും നിരൂപിക്കാനൊന്നും ആരും ഇല്ല മലയാളത്തിൽ. പ്രത്യേകിച്ചും നമുക്കിഷ്ടമുള്ള ആളുകളുടെ കൃതികൾ നല്ലതാണെന്ന് പരസ്പരം പറയുക, അങ്ങനെയൊക്കെയുള്ള രീതിയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എഴുത്ത് നല്ലതാണോ ചീത്തയാണോ, അത് ക്രിയേറ്റീവായിട്ടുള്ളൊരു സംഗതിയാണ്, അത് വളരെ വൈയക്തികമായിട്ടുള്ളതാണ്, അതിൻ്റെ ആസ്വാദനവും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നല്ലതാണെന്ന് നമുക്ക് തോന്നുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ സൂക്ഷ്മദർശിനി പോലത്തെ സിനിമകൾ വരുന്നുണ്ട്. പക്ഷേ എത്ര സിനിമകളാണ് സ്ത്രീകളെ ഇല്ലാത്ത സിനിമകൾ വരുന്നത്? ഈ പുതിയ കാലത്ത് വന്ന ഇപ്പം മാർക്കോ അടക്കമുള്ള ഏറ്റവും അവസാനമൊക്കെ വന്ന ആവേശം, അങ്ങനെയൊക്കെയുള്ള സിനിമകളിൽ എവിടെയാണ് പെണ്ണുങ്ങൾ? ഒരു സിനിമ നടിയുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു അമ്മ റോളൊക്കെ ചെയ്യുന്ന സിനിമാ നടി 2 വർഷമായിട്ട് ജോലിയില്ല എന്ന്. കാരണം സിനിമകളിൽ അമ്മമാരില്ല, അമ്മമാരൊന്നും ആവശ്യമില്ല, ചെറുപ്പത്തിൻ്റെ ഒരു തിളപ്പ് മാത്രമാണ് സിനിമകളിലൊക്കെ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ നായികയ്ക്ക് പ്രാധാന്യമില്ല. ഇപ്പോൾ സൂക്ഷ്മദർശിനി ഒരു സ്ത്രീപക്ഷ സിനിമയല്ല എന്ന് എനിക്ക് വാദിച്ച് പറയാൻ പറ്റും. ഇവിടെ സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് തുനിയുന്നില്ല. അപ്പോൾ അതും ഒരുതരം കബളിപ്പിക്കലാണ് ശരിക്കും പറഞ്ഞാൽ. അത് സ്ത്രീപക്ഷമാണെന്ന് തോന്നിപ്പിക്കുന്നുണ്ട്, പക്ഷെ അത് അടിസ്ഥാനപരമായി നമ്മളുടെ ഒരു കൺവെൻഷണലായ ഒരു പട്രിയാർക്കൽ കുടുംബ വ്യവസ്ഥയ്ക്കുള്ളിൽ സംഭവിക്കുന്ന കഥയാണ്. അത് ഇപ്പോൾ സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ പെട്ടെന്ന് കണ്ണിൽ പൊടിയിടുന്ന പോലെ ഇങ്ങനെ കുറച്ച് ചില സിനിമകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം അതിൻ്റെ ഇരട്ടിയായിട്ട് ഈ ആൺകോയ്മ, അവരുടെ വയലൻസ്, അതിനെയൊക്കെ ആഘോഷിക്കുന്ന മദ്യപാനം. മാർക്കോ സിനിമയെക്കുറിച്ച് ഞാൻ സിനിമ കണ്ടില്ല, പക്ഷേ അതിനെക്കുറിച്ച് റിവ്യൂ കണ്ടു. എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ ഒരു എന്താ പറയുക, സിഗരറ്റോ അല്ല ചുരുട്ടോ എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ ആവേശം, എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ കട്ടൻ കാപ്പി കുടിക്കണ പോലെ ഈ പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ മദ്യമാണ്. എനിക്കത് കണ്ടിട്ട് ആകെ വല്ലാണ്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്തരം തിമിർപ്പുകൾ അതാണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ചോദിച്ചത് മഹാഭാരതം പോലത്തെ കൃതികൾ, അതിലിപ്പം അത് നമ്മുടെ ചോയ്സ് അല്ലേ. ഇപ്പം നമുക്കത് മഹാഭാരതം പ്രതിപാദ്യമാക്കിയിട്ട് ഒരു കഥ എഴുതണം, നോവൽ എഴുതണം എന്ന് തോന്നിയാലല്ലേ നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. അപ്പം MTക്ക് തോന്നിയത് ഭീമനെ കേന്ദ്രമാക്കി കഥ എഴുതാൻ തോന്നി, അദ്ദേഹം അങ്ങനെ എഴുതി. അതിനേക്കാളും ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളൊക്കെ അവിടെ ഉണ്ട്, സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ട്. ഇപ്പം ആത്രേയകം എന്നുള്ള നോവൽ വന്നിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ ഉറങ്ങട്ടെ, ദ്രൗപദിയുടെയും കർണൻ്റെയും ഒക്കെ വ്യൂ പോയിന്റിൽ പറയുന്ന നോവലുണ്ട്. പക്ഷെ നമുക്കത് നമ്മൾ വേണമെന്ന് വെച്ചിട്ടൊന്നും എഴുതാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനോട് അങ്ങനെ അത്രയും തീവ്രമായിട്ട് അത് ആവിഷ്കരിക്കണം
എന്താ പറയുക സ്റ്റോറി, അത് ആ കഥ പുനരാവിഷ്കരിക്കണം എന്ന് തോന്നണം. അങ്ങനെ തോന്നുമ്പോഴായിരിക്കും നമുക്കത് ആവിഷ്കരിക്കാൻ പറ്റുക. ഒരു ചോദ്യം കൂടി എന്നോട് ചോദിച്ചിരുന്നു, അത് ഇയാൾ എന്തായിരുന്നു? ഓക്കെ. അത് നിങ്ങളുടെ പുതിയ തലമുറയുടെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. പണിയെടുക്കാൻ മടിയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും പലരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നല്ല ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട്, പക്ഷേ ജോലിക്ക് പോകാൻ ഇഷ്ടമല്ല, വീട്ടിൽ വെറുതെ ഇരിക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്ന പല അമ്മമാരും സങ്കടം പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ആണും പെണ്ണും ജോലിയെടുത്ത് കുടുംബം നോക്കാം. ഞങ്ങളുടെയൊക്കെ കുടുംബം അങ്ങനെയാണ്. നമ്മൾ 2 കൂട്ടരും ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇരട്ടി ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടു ജോലിയും കൂടി ചെയ്യുന്നുണ്ട്. അവരത് സഹായിക്കുന്നുണ്ട്. ചെയ്യുന്നത് നമ്മളും അവർ സഹായിക്കുന്നവരുമാണ്. പക്ഷെ വരുമാനം 2 കൂട്ടർക്കും ഒരേപോലെ ആയിരിക്കും, പുറത്തുള്ള വരുമാനം. അപ്പോൾ ആ രീതിയൊക്കെ മാറട്ടെ. വിവാഹം എന്ന് പറയുന്ന ഏർപ്പാട് തന്നെ പരിഷ്കരിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ ഒരു കുട്ടിയോട് സംസാരിച്ചതേ ഉള്ളൂ. കല്യാണം എന്ന് പറയുന്ന സംഗതി അത് പൂർണ്ണമായിട്ടും ഒരു പെൺകുട്ടിയെ ഒരു അടിമ, ഒരു കൈമാറ്റം ചെയ്യുന്ന സംഗതിയാണ് ഇപ്പോഴും, അല്ലേ? അതിൽ ചടങ്ങുകൾ ആലോചിച്ചാൽ മതി. അപ്പം നിങ്ങൾക്കൊക്കെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഈ കൃത്യമായ ചടങ്ങുകളൊക്കെ വേണം. ഈ വധുവിൻ്റെ അച്ഛൻ വരൻ്റെ കയ്യിൽ വധുവിനെ പിടിച്ചു കൊടുക്കുന്നതും, അയാളുടെ പിന്നാലെ അവളെ വലം വയ്ക്കുന്നതും, താലി കെട്ടുന്നതും, പുടവ കൊടുക്കുന്നതും, അങ്ങനത്തെ സംഗതികളൊക്കെ അന്ന് ആലോചിച്ച് നോക്കൂ. അതൊക്കെ ഭയങ്കരമായിട്ട് ഈ പെണ്ണിൻ്റെ ഉടമസ്ഥാവകാശം അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവളെ നോക്കേണ്ട ചുമതല ആണുങ്ങൾക്ക് വരും. അപ്പോൾ ഈ വിവാഹം പോലത്തെ സമ്പ്രദായം, അതിൽ ഇപ്പോഴത്തെ ചടങ്ങുകൾ അതൊക്കെ ശക്തമായിട്ട് തിരിച്ചു വരികയല്ലേ ചെയ്യുന്നത്, കുറയല്ലല്ലോ ചെയ്യുന്നത്. വിവാഹം ഇപ്പോൾ ഒരാഴ്ചത്തെയൊക്കെ ചടങ്ങായി മാറി. അപ്പോൾ ഇതൊക്കെ മാറട്ടെ. സമൂഹം കുറച്ചും കൂടി സ്വതന്ത്രമായ ആൺപെൺ ബന്ധങ്ങൾ, ആൺപെൺ വിനിമയങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ആണിൻ്റെ ജോലിയൊന്നും നോക്കാതെ 2 പേർക്കും ജോലി ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് കല്യാണം നടക്കും. 2 പേരും, ഈ ആണും പെണ്ണും കൂടി കല്യാണം കഴിക്കും. ഇപ്പോൾ വീട്ടുകാരാണ് കല്യാണം ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരാണ് കല്യാണം കഴിക്കുന്നത്. അതിന് ഇരകളാവുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് മാറി വരട്ടെ. സോണിയ മാമിനോടുള്ള ഞാൻ ഈ ജിസ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയട്ടെ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഇതുപോലത്തെ ഒരുപാട് ആളുടെ പേര് ഞാൻ കേട്ടില്ല. എന്തോ നന്ദു ചോദിച്ച ചോദ്യം, ഇപ്പം ആൺകുട്ടികൾ വീട്ടിലിരിക്കുകയും പെൺകുട്ടികൾ ജോലിക്ക് പോവുകയും ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ഫ്ലാറ്റിൽ തന്നെയുണ്ട്. കാലം വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം മെഹന്തി, ഹൽദി എന്നൊക്കെ പറഞ്ഞ് 5 ദിവസത്തെ വലിയ ചടങ്ങുകളൊക്കെ വെച്ച് കാരണവന്മാർക്ക് വലിയ സാമ്പത്തിക ഭാരം കൊടുക്കാതെ വളരെ സിമ്പിളായിട്ട് കല്യാണം നടത്തുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ആ പൈസയ്ക്ക് അന്നേക്ക് ഞങ്ങളൊരു ഫ്ലാറ്റ് വാങ്ങിച്ചോളാം, ഒരു പരിപാടിയും വേണ്ട, ഒരു 10 കൂട്ടുകാർ മതി എന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട്. അതുപോലെ തൊട്ടടുത്ത ഫ്ലാറ്റിലുള്ള കപ്പിള് അതുപോലെ തന്നെയാണ്. ആള് വീട്ടിലിരിക്കുന്നു, ആൺകുട്ടി എന്ന് വെച്ചാൽ ഞങ്ങൾ ആൺകുട്ടി എന്ന് പറയുന്നു, മാൻ വീട്ടിലിരിക്കുന്നു, അവർ ജോലിക്ക് പോകുന്നു. അവരൊരു വലിയ പൊസിഷനുള്ള കമ്പനിയിൽ ഒരു വലിയ ജോലിക്കാരി. അപ്പോൾ കുട്ടിയെ നോക്കണം, ഒരാൾ വീട്ടിലിരിക്കണം. ഇസ്ലി ഷീസ് പെയ്ഡ് ബെറ്റർ ദാൻ മീ, എന്നെക്കാൾ എത്രയോ ശമ്പളം അവൾക്ക് കിട്ടുന്നുണ്ട്, ഷീസ് ബെറ്റർ ദാൻ മീ എന്ന് തന്നെയാണ് അയാൾ പറയണത്. എന്നെക്കാൾ എത്രയോ നല്ല ജോലിക്കാരി, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അവൾ എന്നെക്കാളും ക്വാളിഫൈഡ് ആണ്. സോ അവൾ വർക്ക് ചെയ്യുന്നു, ഞാൻ മോനെ നോക്കി വീട്ടിലിരിക്കുന്നു. അങ്ങനെ പറയുന്ന ഒരുപാട് പേരെ നമ്മൾ എന്ന് വെച്ചാൽ മെട്രോ ആയതുകൊണ്ടായിരിക്കും നമ്മൾ എല്ലാ ദിവസേന എന്നോണം കാണുന്നുണ്ട്. കാലം അതിവേഗം മാറുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളും അതിൻ്റെ കൂടെ മാറിക്കൊണ്ടിരിക്കണം. അല്ലെ നമ്മൾ എവിടെയെങ്കിലും നിന്ന് പോകത്തേ ഉള്ളൂ. അഡാപ്റ്റീവായിട്ടുള്ളവർ മാത്രം മുന്നോട്ട് പോകത്തുള്ളൂ. കാലം മാറും. നമ്മളെ പെൺകുട്ടികൾ അതിവേഗം പോവുകയാണ്. അപ്പം ഞാൻ ഇത്തവണ പറഞ്ഞു സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ, അതായത് 100 പേര് സീറ്റുള്ളതിൽ 80 ഗേൾസാണ്, 20 ബോയ്സ് ആണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നാട്ടിലുള്ള എൻ്റെ അമ്മാവൻ ചോദിച്ചാൽ, അയ്യോ ഈ പെൺപിള്ളേരെല്ലാം ഡോക്ടറാണ്, ഇവന്മാർക്കെല്ലാം കെട്ടിയന്മാർ എവിടുന്ന് കൊണ്ടുപോകും? അപ്പം എവിടുന്ന് കൊണ്ടുവരും? കെട്ടിയന്മാർ ഡോക്ടർമാർ വേണ്ടായോ? അപ്പം അവിടെ കേട്ട് നിന്ന് ആ പുതിയ ജനറേഷൻ പറഞ്ഞ ആൻസർ തന്നെയാണ് പറയുന്നത്, ഓ നിങ്ങളൊക്കെ ചെയ്തില്ലേ, ഞങ്ങളോ കല്യാണം കഴിച്ചവന്മാരെ വീട്ടിലിരുത്തുന്നേ എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ ആരെയും ഒഫൻഡ് ചെയ്യാൻ പറയുന്നതല്ല. കാലം മാറുന്നു, അതിവേഗം മാറുന്നു. ഈ ജെൻഡർ എന്ന് പറയുന്ന സംഭവം തന്നെ, ഞാൻ മെയിൽ ജെൻഡറിനാണ് ഇത്ര ഈഗോ വേണം, ഞങ്ങൾ ഏൺ ചെയ്യണം, ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യണം എന്നല്ലാന്ന് മെയിൽ ജെൻഡർ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. 2 പേരും ഈക്വലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്നു, ഈക്വലായിട്ട് ജോലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പേരെ ദിവസേന എന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അത് ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. രണ്ടാമത് പട്ടാളത്തിൽ ചേർന്നിട്ടും എഴുത്തും എനിക്ക് തോന്നി ഇതൊന്നും വിടാതിരിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. എപ്പോഴും വായിക്കുമായിരുന്നു. വായന ജീവൻ പോലെ ആയതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നാട്ടിൽ വരുമ്പോൾ മലയാളം പുസ്തകങ്ങൾ കൊണ്ടുവരിക. ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്. നമ്മുടെ മിലിറ്ററിയുടെ ലൈബ്രറീസൊക്കെ പഴയ ലൈബ്രറീസ്, ഏതോ കാലം തൊട്ട് ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ടാകും. അപ്പോൾ ആ പുസ്തകങ്ങൾ ഉപയോഗിക്കുക, വായിക്കുക, പിന്നെ പറ്റുന്നൊക്കെ എഴുതി വെക്കുക. പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ.
കവിതകളൊക്കെ ഒരുപാട് എഴുതി വെച്ചു. ഇപ്പോൾ സ്നോ ലോട്ടസ് എന്നുള്ള നോവൽ വന്നപ്പോൾ പോലും അതിലുള്ള കവിതകളൊക്കെ കുറേ പണ്ടത്തേതൊക്കെ എടുത്തുപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനകത്ത് എഴുതിയിട്ട ഭാഗങ്ങളൊക്കെ ഇപ്പം എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുക, വായിച്ചുകൊണ്ടിരിക്കുക, ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് അത് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. Nandi panelists, Nandi audience. As we were... There was one more question to Rekha ma'am. സമയമുണ്ടോ എന്നുള്ളതല്ലേ. അപ്പം മഹാഭാരതത്തിൻ്റെ പറഞ്ഞപ്പോൾ ചേച്ചി അത് പറഞ്ഞു, ദ്രൗപദിയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് മലയാളത്തിൽ തന്നെ PK ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് ആ കാലത്തിൻ്റെ നീതിയാണ്. നമുക്ക് ആ കാലത്തെ വായിച്ചാൽ നമുക്കറിയാം, സംസ്കൃത നാടകങ്ങളിൽ പുരുഷ കഥാപാത്രങ്ങൾ മാത്രമേ സംസ്കൃതത്തിൽ സംസാരിക്കാവൂ, സ്ത്രീകൾ പ്രാകൃതത്തിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ആ കാലത്തിൻ്റെ നീതിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ MT വാസുദേവൻ നായരുടെ കർക്കിടകം എന്നുള്ള കഥ വായിക്കാം. അപ്പോൾ അതിൽ MT പറയുന്നുണ്ട്, നിഴലുകൾ ചെറുമക്കിടാങ്ങളെ പോലെ തോന്നിച്ചു എന്ന്. നമുക്കറിയാം MT അത്തരം മതം അങ്ങനത്തെ കാഴ്ചപ്പാടുകളൊന്നും ഉള്ള ആളല്ല. പക്ഷെ ആ കാലഘട്ടമായിരിക്കും അദ്ദേഹത്തെ കൊണ്ട് ജാതി പറയിക്കുന്നത്. നിഴലുകൾ എന്തുകൊണ്ട് മറ്റുള്ള ചെറുമക്കിടാങ്ങളെ മാത്രം എന്തുകൊണ്ട് പറഞ്ഞു, എല്ലാ കുട്ടികളെയും പോലെ തോന്നിച്ചു എന്നങ്ങ് പറഞ്ഞാൽ പോരെ. അന്ന് അദ്ദേഹം എഴുതിയപ്പോൾ അങ്ങനെയാണ് എഴുതിയത്. ഇന്നാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ അങ്ങനെ ഒരു വരി എഴുതാൻ അദ്ദേഹം ധൈര്യപ്പെടില്ല. കാരണം നമ്മളിപ്പോൾ നമ്മൾക്ക് ജാതിയെക്കുറിച്ചും ഇത്തരം പൊളിറ്റിക്സ് നമുക്ക് നല്ല ബോധമുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അവബോധം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഒരു മഹാഭാരതത്തിലെ സ്ത്രീ വിരുദ്ധത നമ്മളിപ്പോൾ ഇദ്ദേഹം തന്നെ നന്ദു തന്നെ അത് ചോദിക്കുന്നത്, അതിലൊരു സ്ത്രീ വിരുദ്ധതയുണ്ടെന്ന് കണ്ടെടുക്കാൻ പുതിയ കാലഘട്ടത്തിലെ ഒരു ചെറുപ്പക്കാരനാണ് പറ്റുന്നത്. ആ കാലഘട്ടത്തിൽ അങ്ങനെ ആരും ചിന്തിച്ചിരുന്ന് കാണില്ല. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച്, പക്ഷേ ഇതിൻ്റെ എതിർവശത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ വളരെ പുരോഗമന ചിന്താഗതിക്കാരാണ്, വളർന്നു, സ്ത്രീകൾക്ക് വളർന്നു. പക്ഷേ പെൺകുട്ടികൾ കല്യാണം കഴിക്കുമ്പോൾ കല്യാണമെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായാൽ കാമുകന് പാസ്വേഡ് അടിയറ വയ്ക്കുന്ന ഒരു ജനറേഷനും കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഞെട്ടലോടുകൂടി കേൾക്കാറുണ്ട്. അവളുടെ പാസ്വേഡ്, അവളുടെ ചാറ്റൊക്കെ ഫോളോ ചെയ്യുന്ന, അവൾ 5 മിനിറ്റ് ആരോട് സംസാരിച്ചു എന്നുള്ളത് ഇൻസെക്യൂരിറ്റിയിലാവുന്ന പുരുഷന്മാരുണ്ട് എന്നുള്ളതൊരു ഇതിൻ്റെ മറുവശമാണ്. പക്ഷെ നിങ്ങൾ സ്ത്രീ പൊളിറ്റിക്സിലും ഈ പറഞ്ഞതുപോലെ ജാതി രാഷ്ട്രീയത്തിലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വളരെ വികസിച്ചു എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ഒരു വലിയ സന്തോഷമാണ്.